ഹലോ. ആള് പടാവുന്ന തോന്നണേ. അയ്യോ ദിവാരൻ എനിക്ക് പേടിയില്ല. എന്താടാ? ഏയ് ആള് പടാവെന്ന് പറഞ്ഞപ്പോഴേ ദിവാരനൊരു പേടി. മോലാളിയും റനീസാറുള്ളപ്പോ ഞാൻ എന്തുട്ടാ പേടിക്കണേ? ദിവാരം പറഞ്ഞേട്ടെ സാറേ, ലോനപ്പൻ സാറുള്ളപ്പോ എന്തിനാ ദിവാരം പേടിക്കണേന്ന്. നീ ആ ഫോണൊന്നും അവന് കൊടുത്തേ. ഒരു മിനിറ്റ് കേട്ടാ. ദേ സംസാരിക്കേ. മോലാളി നീ ഒന്നും മിണ്ടാട്ടിരുന്നേ. ആ പാടാ. ഇയാളെന്തിനാ വരണേ? വരണ്ട, ഒക്കെ ഞാൻ നോക്കിയോളാം. അങ്ങനെയാണോ? പ്രതിവാര നീ 2 റൂമിലിരുന്നേ. ഞാൻ എസ് ഐ കണ്ടിട്ടേ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടാ. നമ്മുടെ മോലാളിക്ക് ആ അത്തപ്പാടി തമിഴനുമായിട്ട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു സാറിന് തോന്നുന്നുണ്ടോ? ആ ഒറ്റ ഡയലോഗിലാണ് ഞാൻ വീണുപോയത്. അല്ലെങ്കിൽ ഇമാരി സെറ്റപ്പിനൊക്കെ ശശീന്ദ്രൻ നായരെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഏയ് സാറ് സത്യത്തിന്റെ കൂടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് കാലത്തിലേക്ക് ഇവിടെ തന്നെ ഒരു ലോക്കൽ റിപ്പോർട്ട് കിട്ടി. ആ അങ്ങനെയും ചില നല്ല വർത്തമാനം സാറിനെ കുറിച്ച് ലോക്കൽ ഏരിയയിലുണ്ട്. ക്ഷണിക്കണ കയറിപ്പോയോ? നല്ലത് പറയുമ്പോ ക്ഷണിക്കാൻ വന്നിരിക്കും. മോശം. അതെ, സാറ് മുൻകൈ എടുത്തിട്ട് ഈ തമിഴിനെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇറങ്ങി തരണം. ഇല്ലെങ്കിൽ നാളെ പ്രശ്നമാവും. അഥവാ ഡാവ് പടാവാണെങ്കിൽ തന്നെ കേരള ബോർഡർ കഴിഞ്ഞിട്ട് പടാവട്ടേന്നേ. സമാധാനമായിട്ട് സ്വന്തം മണ്ണി കിടന്ന് മരിക്കാലോ. ഇടിച്ച വണ്ടി നിർത്താതെ പോയി. നമ്പർ ആർക്കും അറിയില്ല. പ്രശ്നം തീർന്നില്ലേ? അത്രേ ഉള്ളൂ. എടോ റെനി, താൻ ആ പാവം തമിഴിന് ഒരു 50,000 കൊടുക്കടോ. അല്ല വല്ല ശാവും കിട്ടും. സാർ എന്തൊട്ട് വർത്താനീ പറയണേ? സാറിന് 2 ലക്ഷം രൂപ, FIR ചെയ്ത പോലീസുകാരുടെ 25, ആ ഡോക്ടർക്കൊന്ന് വക്കീലിന്റെ 50. 50? ആ വക്കീലിന് 1 ലക്ഷം. 50 50 100 റിപ്പീറ്റ് ചെയ്താൽ മതി. 1 ലക്ഷം ഇൻസ്റ്റാൾമെന്റ് ആകുമ്പോ അറിയില്ല. ഇയാൾ 2 ലക്ഷം 2 ലക്ഷം പറയുന്നല്ലാതെ രാഘുലത്തിന് മുമ്പ് കാശെടുത്ത് വിടാ. കാശ് റെഡിയാണ് തന്നടാ. സാറിനുള്ള 2 ലക്ഷം രൂപ, റൈറ്റർക്ക് ഉള്ളത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടാ. തമിഴിന് ആംബുലൻസ് വിളിച്ചു കൊടുക്കുള്ള 25,000 രൂപ. പിന്നെ സാറേ, ഇതുകൊണ്ടൊന്നും നമ്മുടെ ബന്ധം തീരുന്നില്ലേട്ടാ. ഇരിങ്ങാലക്കൂടെ വഴി വരുമ്പോ നമ്മുടെ ബാർല കാരണം ബ്ലൂ സ്റ്റാർ 3 സ്റ്റാർ. പിന്നെ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞു. ബ്ലൂ സ്റ്റാർ 3 സ്റ്റാറിന്. ബ്ലൂ സ്റ്റാർ 3 സ്റ്റാറാ? ആ ഞാൻ വരുന്നുണ്ട്. തന്റെ മോലാളി എനിക്കൊന്ന് പരിചയപ്പെടണം. മൂപ്പരുടെ അടുത്ത സിനിമയില് എനിക്കൊരു ചാൻസ് വേണം അഭിനയിക്കാൻ. ഇതിപ്പോ എത്ര വലിയ കാര്യം. സാറ് യൂണിഫോം ഇട്ട് നമ്മുടെ ലൊക്കേഷനിൽ വന്നാൽ മതി. നല്ല അടിപൊളി സത്യസന്ധന്റെ റോൾ റെഡിയാണ് അവിടെ. കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലടാ? പിന്നെ അല്ലേ. ഇന്ന് നീ 2 അടിച്ചിട്ട് സഫയർ കയറി ഒരു ബിരിയാണി കഴിച്ചോ. ആണോ? ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമല്ലടാ. മുതലാളി എന്തായിടാ? ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഇത്രേ ഉള്ളല്ലോ മുതലാളി. എന്തുട്ടടാ? തമിഴൻ പടായോ? ഇതിലും ഭേദാതായിരുന്നു. പകല് മുഴുവൻ പൈപ്പ് ലൈനിന് കുഴിയെടുത്തിട്ട് മൂവന്തിക്ക് 2 അടിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന മനുഷ്യനായിരുന്നു. ICUവിൽ കിടക്കുന്ന കിടപ്പുണ്ടില്ല. എന്റെ ചങ്കാ പൊട്ടിപ്പോയി. നമുക്കും ഇല്ല മുതലാളി ഭാര്യയും മക്കളൊക്കെ. ഒരു താളത്തിൽ പറഞ്ഞാണ്. എന്നെ എത്ര ചീത്ത പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ പറഞ്ഞു ഞാൻ നിന്നില്ല. ആ തമിഴിന് ഒരു 3 ലക്ഷം രൂപ കൊടുത്തു. ആ തമിഴത്തേക്ക് ആ കാശ കൊടുത്തപ്പോണ്ടല്ല, എന്നെ തൊഴുത് നിന്നിട്ടൊരു കരച്ചിലാണ്. എന്റെ കണ്ണാന്നറിഞ്ഞു. എനിക്കൊന്നും പറയാൻ. ഞാൻ പിന്നെ വിളിച്ചോണ്ട് അല്ല റീനേട്ടാ, അതെ വക്കീൽ സാറേ, ഞാൻ അറിഞ്ഞ. എന്താണ് കുരിശു വരച്ചോണ്ടിരിക്കുമ്പോ ഫോൺ ചെയ്യണേ? സാറ് കുരിശു വരയ്ക്കുന്ന മാപ്രാണത്തെ ഞാൻ എങ്ങനെ അറിയണേ? താൻ വിളിച്ച കാര്യം പറ. അതെ, നമ്മുടെ ദിവാരം മുങ്ങി സാറേ. എന്റെ സാറേ, ഞാൻ ഒരു ഫുള്ളും വാങ്ങി നേരെ ദിവാരന്റെ അടുത്തേക്ക് ചെന്നു. അവനെ പൂട്ടിയിട്ടിരിക്കണ ഗോഡൌണിലേക്ക്. സാറ് പറഞ്ഞ മാതിരി അവനൊന്ന് സോപ്പിട്ടും മെരിക്കി എടുക്കാനായിട്ട്. സലാദിനെ, സുരേഷേ, സലാവുദ്ദീനെ, സലാവുദ്ദീനെ, എനിക്ക് മൂത്രമൊഴിക്കാനടാ, ഒന്ന് തുറക്കടാ. നീ ഒന്ന് പോയാ ദിവാരാ. റീനി സാറ് വരാതെ നിന്നെ ഇവിടുന്ന് പുറത്ത് വിടരുന്ന മുതലാളി പറഞ്ഞിരിക്കണതേ. എന്തുട്ട സലാവുദ്ദീന നീ പറയണേ? വെള്ളപ്പുറത്ത് കയറി ഞാൻ എന്താ അലമ്പ് കാണിച്ചെന്ന് കരുതി. ഇതപ്പൊ വെള്ളം ഇറങ്ങിയപ്പോ ഞാൻ ക്ലീൻ ആയില്ലേ? നീ വേറെ വല്ല വർത്താനം പറ ദിവാരാ. വയറിനാല് സുഖല്ലടാ, ഒന്ന് കക്കൂസ് പോവാനടാ.
മുതലാളിയോട് ഉടക്കിയിട്ട് ഇരിങ്ങാലക്കുട രാജ്യത്ത് പാർക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം നമുക്കറിയില്ലേ? ഇപ്പൊ നിനക്ക് തോന്നി ബുദ്ധി, നേരത്തെ തോന്നിയിരുന്നെങ്കി. എന്താണത്? അയ്യോ അയ്യോ, അടിക്കാതെ ഓടിവാടാ. അയ്യോ സുരക്ഷ പിടിയണവരെ. അയ്യോ അയ്യോ, നീ ചെന്നേ നിന്റെ മുതലാളി ലോനപ്പനോട് പറഞ്ഞേക്കടാ ദിവാകരൻ പണി തുടങ്ങിന്ന്. അയാളുടെ സിനിമാ നടിമാരോടുള്ള ചുറ്റുകളി ഉണ്ടല്ലോ, അത് ഞാൻ നാട്ടിച്ചു തരുന്നു. ഇതും പറഞ്ഞ് കത്തിയും വീശിക്കൊണ്ടാ സാറേ അവൻ പോയെ. സാറേ അവൻ പറഞ്ഞ നീ എന്നിട്ട് ചെയ്യാ? എന്നിട്ടിപ്പോ അവ എവിടെയുണ്ട്? അറിയില്ല സാറേ, നീ എപ്പോ ഒന്ന് കയറിയുള്ളോ? ഓ, സംഭവം പുറത്തായ ഞാനും താനും വടക്കാഞ്ചേരി എസ് അടക്കം കൊടുക്കും കേട്ടോ. ലീഗലായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? ഓ, ലീഗല് മാങ്ങാത്തൊലി. എന്റെ കർത്താവേ, ഏത് നേരത്താണോ ഇത് കൈവയ്ക്കാൻ തോന്നിയത്? അവനെ പോയി തപ്പിയെടുക്കണോ? കർത്താവേ. സിസ്റ്ററെ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഈ മാപ്രാണത്ത് തൃശ്ശൂർക്ക് ഒരു ഓട്ടോ പോയി റിട്ടേൺ വരുമ്പോ വണ്ടി കൈന പാളി, ഞാനന്ന് വീണു. ഡോക്ടർ ഇല്ലാട്ടാ, കാലത്തെ വരൂ. ഡോക്ടറെ ഞാൻ കാലത്ത് കണ്ടോളന്ന്. ഇപ്പനൊന്ന് അഡ്മിറ്റ് ചെയ്യേ, കണ്ണീന്ന് പൊന്നിച്ച് പറക്കണ്. ചേട്ടന്റെ പേരെന്തിട്ടാ? PT ദിവാകരന്. കിടന്നോട്ടാ. ആ, എന്തുട്ടിത്? പേടിക്കണ്ടെന്ന്, ഇതൊക്കെ ഒരു സെറ്റപ്പ് അല്ലേ? എന്റെ പെങ്ങളെ, ഞാനൊരു ഓട്ടോ മറിഞ്ഞും വെള്ളം മുങ്ങി വന്നോന്നല്ല, ഒരു പോലീസ് കേസ് കൊടുക്കാൻ അഡ്മിറ്റ് ആയതാ. എന്തുട്ടാ നിങ്ങളെന്താ കളിക്ക? സിസ്റ്റർ പോയേ, എനിക്കേ നല്ല ക്ഷീണുണ്ട്, അത് മയങ്ങട്ടെ. പോകൂടാവേ. ആ ദിവാകരൻ ഏത് വാർഡിലാ? എന്താ സർ? ഇന്ന് രാത്രി അഡ്മിറ്റ് ആയ ദിവാകരന്റെ വാർഡ് ഏതാന്ന്? 1 minute സർ. ഇന്ന് അഡ്മിറ്റ് ആയ ദിവാകരൻ എവിടെയാ? ഇങ്ങോട്ട് എഴുന്നേക്കണം. വലിക്കണ്ടെന്ന് നടക്കണം. ഞാൻ വരാ, അല്ലെങ്കിൽ ഞാൻ രാവിലെ അങ്ങോട്ടും വരാതിരിക്കുന്നതായിരുന്നു. രാവിലെ ആക്കണടാ, ഇപ്പൊ തന്നെ പോയേക്കാം. നടക്കോട്. സാറേ, സാറേ, ആള് മറന്നു വെച്ച കത്തിയാ. അല്ല, നേരെ എത്രയുന്നാ നിന്റെ വിചാരം? റീനിയെ അമ്മച്ചിറങ്ങിയില്ലേ? ഉറങ്ങി. നീ ഒന്ന് പോയേ. പകലന്തിയോളം സ്കൂളില് പിള്ളേരുമായിട്ട് മല്ലിട്ട് രാത്രി ഒന്നൊന്ന് ഉറങ്ങാൻ കിടന്ന ഓർക്കോ? പൊക്കോ, നാളെ പിള്ളേരെ ചെയ്തേക്കാളല്ലേ? അല്ല, എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നിനക്ക് ഈ പാതിരാത്രിയിൽ എന്തൂട്ട് പോലീസ് ഉദ്യോഗ? നീ നിർത്തിയാ? വേണമെങ്കിൽ കഴിച്ചോ. ആ, എന്താ സുരേന്ദ്ര? ഒരു കയ്യബദ്ധം പറ്റി, ആള് തീർന്നു സാറേ. ആളത് ഒരു അടിയടിച്ചത് പാളി തലക്കിട്ടാണെന്ന് കൊണ്ടത്. സാറ് പേടിക്കൊന്നും വേണ്ട, സംഭവം ഞങ്ങ മാനേജ് ചെയ്തോളാം.
എന്താ പറ്റി? വന്നേ. എന്റെ കാര്യമൊക്കെ ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ട് പൊക്കോ. ആ വണ്ടിയുടെ മുമ്പിൽ പിടിച്ച ഓരയാണല്ലോ. അത് ഈ പള്ളിക്കപ്പടി വെച്ച മുതലാളി ഒരു പട്ടി അടിച്ച. എന്നിട്ടാ ചത്താ? ഇല്ല, ഐസിയുലടി. എന്താ കാണാമുണ്ടാ? ഓ തമാശല്ലേ. വെളുപ്പംകാലത്ത് കാറിന്റെ ശബ്ദ കേട്ടിരുന്നേ. കിണറ്റുകരയിലൊന്ന് കുളിക്കണു മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഇത് എത്ര ദിവസമായിട്ടാ പറയണ് ആ മോട്ടർ ഒന്നാ നന്നാക്കാൻ. സമയം കേട്ടല്ലോ അമ്മച്ചി. നിനക്കൊന്നിനും നേരെ ഇല്ലല്ലോ. ഫോൺ കിടന്ന് ബെല്ലടിക്കണു. ലോനപ്പൻ സാറാ. എടുക്കണ്ട, ഞാൻ തിരിച്ചു വിളിച്ചോണ്ട്. എന്താ സാറേ? എടാ, വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോള് വന്നിരുന്നു. ആണോ? ഞാൻ എത്തി. ഗീതേച്ചിയുടെ അടുത്ത് പോയതല്ലേ? ആലീസിനോടും പിള്ളേരോടും ഞാൻ എറണാകുളത്തിന് പോയിന്നാ പറഞ്ഞേ. ഈ ഇടികൊണ്ടാളിനെ പറ്റി പോലീസ് വല്ലതും പറഞ്ഞ സാറേ? ഇല്ല. 10 മണിക്ക് വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടിയായിട്ട് ചെല്ലണമെന്നും പറഞ്ഞ് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു. ഞാൻ തിരിച്ചു വിളിക്കാൻ പോയില്ല. ഇതങ്ങ കുടുംബത്തെ അറിഞ്ഞാ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യണ്ട. അതിപ്പോ സാറാ വണ്ടി ഓടിച്ചതിന് തെളിവും സാക്ഷിയൊന്നുമില്ലോ. അങ്ങനെയാണെങ്കിൽ ആ ലോറിക്കാരൻ എന്നെ കണ്ടു കാണും, ഉറപ്പാ. ഞാൻ അങ്ങനെയാണെങ്കിലേ ആ തട്ട് കിട്ടിയവന്റെ സ്ഥിതി നൈസായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരാം. സാറ് ടെൻഷൻ ആവണ്ട. സാറ് ഇന്നലെ എറണാകുളത്തായിരുന്നു. ഞാൻ ഇന്നലെ എറണാകുളത്തല്ല, പൊള്ളാച്ചിയിലായിരുന്നു. എറണാകുളത്തായിരുന്നു. ആയിരുന്നല്ലേ? 10 മണിക്ക് സ്റ്റേഷനിൽ ഒരാളെ ഇങ്ങോട്ട് പ്രസന്റ് ചെയ്യും. നമ്മുടെ ദിവാരനെയാ, പ്രസന്റിനെയാ, ഇല്ലെങ്കിൽ ഞാൻ തന്നെ. നീയോ? നീ വേണ്ടാട്ടാ, ദിവാകരനെ വിളിക്കുക. അവനാവുമ്പോ ഈ ജാതി തരികിടിയൊക്കെ നല്ല വശമുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട. മതിയില്ലേ? അത് മതിയില്ലേ? മതിയാവോ? മതിയെന്ന് തോന്നുന്നു. മതി. മതി. ചേട്ടാ, 2 സ്ട്രോങ് ചായ എടുത്തേ. അതെ, ഇവിടെ ആക്സിഡന്റ് കേസ് നോക്കുന്ന ഡോക്ടർ ഏതാണ്? ഒത്തിരി ഡോക്ടർമാരുണ്ട്. ആര്? രാധാകൃഷ്ണൻ ഡോക്ടർ ഉണ്ട്, വർഗീസ് ഡോക്ടർ ഉണ്ട്, ഷാജി ഡോക്ടർ ഉണ്ട്. ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ, കാലത്ത് ഒരാൾ വിളിച്ചിട്ട് ഓ പോസിറ്റീവ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് വിളിച്ചിട്ട് പുള്ളി ഫോൺ കൊടുക്കണില്ല. ഞാനാണ് ബ്ലഡ് കൊടുത്തിട്ട് കൊറേ ആയി. എവിടെന്നാ വരുന്നത്? തൃശ്ശൂരിന്ന്. സുഖേ. എന്താ ചേട്ടാ? ദേവർക്ക് ആ വഴിയൊന്നാ പറഞ്ഞു കൊടുക്ക്. ചേട്ടാ, ഞാനേ തൃശ്ശൂർ റോട്ടറി ക്ലബ്ബിൽ നിന്ന് വരാ. കാലത്ത് ഒരാൾ ഇവിടെ നിന്ന് വിളിച്ചിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് വിളിച്ചിട്ടാണ് പുള്ളി ഫോൺ കൊടുക്കണില്ല. കാലത്ത് ഇവിടെ ആക്സിഡന്റ് കേസ് വല്ലതും ഉണ്ടായി? കാലത്ത് ഒന്നും വന്നിട്ടില്ല. രാത്രിയിൽ ഒരു തമിഴിന്റെ വണ്ടി ഇടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 3-3 ആയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുറച്ച് സീരിയസ് കേസാന്നാ പറഞ്ഞേ. ഇതും കുറച്ച് സീരിയസാ. ഇടിച്ച വണ്ടി നിർത്താണ്ട് പോയി. തരല്ലേ? ആ വണ്ടി തട്ടിയ തമിഴിന്റെ ഭാര്യയാണത്. അവരോട് ചോദിച്ചാ മതി രക്തത്തിന് വിളിച്ചത് അവരാണോന്ന്. വാ, ഒരു മിനിറ്റ്. ഹലോ, അതെ ജോർജ് ചേട്ടാ, ഞാൻ പറയുന്നത് കേക്ക്. ചിറ്റൂർ സെന്ററാണ്. തമിഴ് എക്സ്റേ എടുക്കുന്ന റൂം എവിടെയാണ്? ഈ ഡോക്ടർ സെബാസ്റ്റ്യൻ മോളുടെ റൂമൊക്കെ എവിടെയാ? ചാരി ഇരുന്നോട്ടാ. എന്ത് വീട്ടിലാ ഇവിടുന്ന്? കർത്താവ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോ ആ സീനിൽ കയറി പിടിച്ചാ കാരണം. മനസ്സിലായി? പൈസ ഇപ്പൊ എത്ര ഞങ്ങൾ പറ്റിച്ചേ? അതിലൊരു ഷെയർ എനിക്കുണ്ട്. ഇത് ബാങ്കിൽ ഫിക്സ് എടുത്ത മാതിരിയാണ്. നിനക്ക് എപ്പോഴെങ്കിലും വിഡ്രോ ചെയ്തൂടെ? അതിപ്പോ എത്രയായിണ്ടാവും? നിന്റെ ഒരു കാര്യം, നീ ആ ബിരിയാണിയെ വിളിച്ച് പറഞ്ഞ സഫേറ പൂട്ടും വിളിച്ച നീ. ഈ ബാറുകൾ പൂട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്മോളായിട്ട് നടത്തുന്ന ഈ മന്ത്രിമാരോട് ആരാ പറഞ്ഞത്? എന്റെ കൂട്ടുകാരാ, ഇവർ ഈ ചാനകൾ നിർത്തി കഴിഞ്ഞപ്പോ ഞങ്ങൾ സ്മോളായിട്ട് തുടങ്ങി. അത് നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ വാറ്റെടുക്കാൻ തുടങ്ങും. അത് സമ്മതിക്കാതെ കാണാം. ഒരു നേരത്തെ ബന്ധത്തിന് വേണ്ടി ഞങ്ങൾ സാറേ, കൂടെ ഉണ്ടെന്ന് പോയിട്ടാ. സാറ് വരുമ്പോ ഇത് ഏൽപ്പിക്കാൻ പറഞ്ഞു. വെറുതെ അല്ല, 4 മണി മുതൽ ഫോൺ സ്വിച്ച് ഓഫാ. സംഗതി ഇടങ്ങാറാവോ?
ആ ജോയി 3-4 ദിവസമായിട്ട് പനിയാണ് ചുമയാണെന്ന് പറഞ്ഞ് പോയിട്ട് അവൻ എവിടെ പോയി കിടക്കുക? മുതലാളി ഒരു കാര്യണ്ട്. എന്താണോ? മുതലാളിയെ കാണുന്ന പറഞ്ഞ ദിവാരം താഴെ നിപ്പുണ്ട്. നല്ല ഫിറ്റാ, പിച്ചും പേമ്പറിണ്ട്. എന്താ പറയണേ? വണ്ടി തട്ടിന്നാ, പാലക്കാട്ട് പോയിന്നാ എന്തൊക്കെ പറയുന്നു. നിർത്ത്. സിനിമാ പിടുത്തം. ലോനപ്പനും സിനിമ പിടിക്കേണ്ടത് എന്തിനാണ് ദിവാകരനറിയാ? ആരുമില്ലല്ലോ അവിടെ. പറ മുതലാളി. നീ ജീപ്പ് എടുത്ത് ഗോപിയെയും സുധാകരനെയും കൂട്ടി കല്ലടിപ്പാലം വരെ പെട്ടെന്ന് വരണം. ആ ദിവാകരൻ എന്നെ ചൊറിയണു. ശരി മുതലാളി. ദിവാകര, എന്തുട്ടടാ നീ ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണേ? ബാറിൽ പോയി ജോസിനോട് കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ അത് മേടിച്ചിട്ട് പോവാൻ പറഞ്ഞതല്ലേ? ജോസിനെ കണ്ടിട്ട് നാണം കെട്ട് വരാൻ മുതലാളി ഞാനിപ്പോ. ഹേയ്, നാണം കെടാൻ നീ അവിടെ തുണി എടുക്കാതെയാണോ പോയത്? നീ കേറിയേ. മുതലാളി എല്ലാം നിർത്തി ധ്യാനകേന്ദ്രത്തിൽ പൊക്കോണ്ടിരുന്നപ്പോഴാ 5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് മുതലാളി രാവിലെ വിളിച്ചു വരുത്തിട്ടാ. അത് നീ കേസ് ഏറ്റെടുത്ത് ജയിലിൽ പോകുമ്പോ തരാന്നല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പോവാൻ തയ്യാറായിരുന്നല്ലോ. കർത്താവിന് പിടിക്കാത്ത കാര്യായിട്ടാ നീ പറയണേ. ഒരു കാര്യം ചെയ്യ്, നിന്നെ ആ കുരിശു കവലയിൽ ഞാൻ വിടാം. നീ നമ്മുടെ പെട്രോൾ പമ്പിൽ പോയി മുരളിയുടെ കയ്യിൽ നിന്ന് 10-15 വാങ്ങി 2 എണ്ണം അടിച്ച് ലൗലീനി കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് അങ്ങോട്ട് കിടക്കടാ. മുതലാളിന്ന് വിളിച്ച നാവുകൊണ്ട് ഞാൻ മറ്റേ വർത്താനം പറയണത് മുതലാളിക്ക് കേക്കണ എങ്ങനെയാന്ന്? മുതലാളി ഇന്നലെ രാത്രി എവിടെയായിരുന്നെന്നും വരുന്ന വഴിക്ക് എന്തുട്ടാ ഉണ്ടായെന്നും അറിയിക്കേണ്ടവരൊക്കെ ഞാൻ അറിയിക്കും. മാനം കപ്പലിൽ കയറുന്ന കാര്യ. പിന്നെ വടക്കഞ്ചേരി സൈഡ് തോപ്പേ പറിക്കും. ഇറങ്ങടാ നീ. നീ എന്താ കളിക്ക? എന്റെ കാശിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇയാൾ ഉണ്ടാക്കിയാ മതി. നീ എന്താണ് പിടിച്ച് കേട്ടടാ? ഇന്ന് ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. എന്റെ സാറേ, സാർ എന്തിട്ടും അടുത്തേ കാണിച്ചേ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ? ബ്ലാക്ക് മെയിലിങ്ങിന് വന്ന പിന്നെ എന്തുട്ടാ ചെയ്യാ? നമ്മുടെ കോടതി തന്നെ. അതെ, അത് ഞാൻ നോക്കിക്കൊണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. വീട്ടിലെത്തി. ഇതാരൊക്കെയായി വന്നിരിക്കണേ? ഞങ്ങളാ വന്നിട്ട് എത്ര നേരായിന്നറിയോ? നീ ഇതെവിടായിരുന്നു? ഓ, അമ്മച്ചിക്ക് എന്താ ഒരു ഉഷാറ് കുറവ്? ലേശ അടിക്കണമെന്നുണ്ടാ? നീ വരാൻ കാത്തിക്കറി. എന്നാ എടുക്കട്ടെ. എന്നിട്ട് അമ്മച്ചിയും മോനും കൂടെ കുശുകുശിപ്പ്. ഞങ്ങളെ പ്രാർത്ഥന എത്തിക്കണ കാര്യം പറയായിരുന്നു. ബ്രാൻഡി കുടിക്കണത് നിന്റെ അപ്പ. പൊടി പൊടി. ഇവറ്റകളുടെ ഒരു നാക്ക് കണ്ടില്ലേ? നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഇങ്ങോട്ട് വരാൻ വല്ല മുന്നറിയിപ്പിന്റെ ആവശ്യമുണ്ടോടാ? ഇല്ല. വിളിച്ചു. നിങ്ങൾ എന്നിട്ട് ഫോൺ എടുക്കായിരുന്നു? പടം പിടിക്കുന്ന തിരക്കല്ലേ ആലീസേ? കുടുംബത്തോടെ കാണാവുന്ന പല സിനിമയും പിടിച്ചുവിടറാ നിനക്ക്. ആലോചിക്കായില്ല. അടുത്ത പടത്തിന്റെ പേര് പർദീസ എന്നാണ്. അതും അവ്വയുടെ കഥയാണ്. അപ്പൊ പിന്നെ തുണി എടുക്കേണ്ട കാര്യമില്ലല്ലോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുറത്തിലെ പോലെ ഭൂമിയിലാകണമേ. അങ്ങയുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ദിവാകരനാണ് സത്യം. മനസ്സമാനായിട്ട് ഉറങ്ങിട്ടെത്തുന്ന ആളെന്നറിയും. കണ്ണടച്ച ചിരിച്ചോണ്ടിരിക്കുന്ന ദിവാകരന്റെ ഫേസ് ആണ് മനസ്സിൽ. 5 ലക്ഷം രൂപയുണ്ട്. ഇതെടുത്താ വെച്ചേ. നീ ആ ക്രാവിനെ വളർത്തി ഒരു എഞ്ചിനീയറാ, ഡോക്ടറാക്ക്. മാപ്രാണത്തുള്ള ചില തെണ്ടികൾക്ക് എനിക്കതാ കാണിച്ചു കൊടുക്കണം. എനിക്കത് കാണണമെന്ന്. നീ കാശെടുത്തേ. റിനി നിന്നോട് പറഞ്ഞ കാശെടുക്കാൻ. ഞാൻ തിരിച്ചെന്റെ തറവാട്ടിലേക്ക് ചെന്നാലേ കുടുംബക്കാർ എനിക്ക് എന്റെ ഷെയറാ തരും. ഇല്ലെങ്കിൽ ചിലപ്പോ ഒരു കേസാ കൊടുക്കേണ്ടി വരും. അത് നീ വെച്ച പിച്ചക്കാശിന്റെ എത്ര ഇരട്ടിയാന്ന് അറിയോ നിനക്ക്? ചത്ത കെട്ടിയവന്റെ കോമ്പൻസേഷനാ വാങ്ങി ജീവിക്കേണ്ടി വന്നോ? ഞാൻ വന്നോണ്ട് ഫണ്ട് പിരിക്കാൻ. സമപ്രായത്തിലുള്ള ആണൊരുത്തൻ സ്നേഹം ഭാവിച്ച് വന്നപ്പോ ഞാൻ വഴങ്ങി. എനിക്കൊരു തെറ്റാ പറ്റി. എനിക്കറിയില്ല ഏതാ ശരിക്കുള്ള സ്നേഹം.
ആരാ നല്ല മനുഷ്യരെന്ന്. എന്റെ സ്നേഹത്തിനും മാനത്തിനും കാശം നീട്ടി വിലപേശാൻ വന്നാലുണ്ടല്ലോ നാണം കെട്ടവനെ കൊന്നകളയും ഞാൻ. നിന്റെ പോലെ കൂലിക്കാളെ വെച്ചിട്ടല്ല, ഞാൻ തന്നെ കൊല്ലും. വർഷിച്ചയ്ക്ക് ദൈവം തന്ന ഈ ഭാഗ്യത്തെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഒന്നും വരാൻ പാടില്ല. ചന്ദനമഴ മോന്റെ കാര്യല്ലേ, അതിന് മുതൽ ഞാൻ നോക്കിക്കോളാം. ദീപ്തി എന്നുള്ളൊരു കെട്ടുമാറിപ്പോ തല വന്ന് കേറിയില്ലായിരുന്നെങ്കിൽ നിന്നെ ഒരു മിന്ന കിട്ടിയിട്ട് മാട്ടമ്മൽ ഉമ്മർത്ത വിളിച്ചു കയറ്റേനെ. ആ നീ എന്നെ എന്ത് വേണം പറഞ്ഞോ, പക്ഷെ എന്റെ സിൻസിയറിറ്റി ക്വസ്റ്റ്യൻ ചെയ്യരുത്. എനിക്ക് ഫീൽ ചെയ്യൂട്ടാ. എനിക്ക് കുറ്റബോധമുണ്ടല്ലോ ലൗലി. ദിവാറിന്റെ കാര്യം ആലോചിച്ചിട്ട് ഇന്ന് കരയും. ആഹാരത്തിന് മുമ്പോ പിമ്പോ നീ എനിക്ക് പോവാൻ നോക്കറ. നീ അതെ, ഇത് നിനക്ക് അർഹതപ്പെട്ട ക്യാഷാണ്. ഇത് വാങ്ങാണ്ട് ഞാൻ പോവില്ല. ഓക്കെ, അത് നീ എടുത്തോ. നിനക്കല്ലേ കാശിനവരോട് അത്യാവശ്യമുള്ളത്. അപ്പൊ പോലീസുകാർ വരുമ്പോ നീ ദിവാരം വിളിക്കാനെന്ന് പറയില്ലേ? അതിന് ദിവാരേട്ടൻ ചത്താ പോയില്ലേ, പിന്നെങ്ങനെ വിളിക്കണേ? ഇറങ്ങി പോവാൻ നോക്കടാ. ഉള്ളൊരു വ്യാകുല മാതാവാണ്. നിന്നോടുള്ള ഇഷ്ടം ആത്മാർത്ഥമായിരുന്നുണ്ടാ. ഞാൻ വളരെ സിൻസിയർ ആയിരുന്നു അതില്. നീ ഇറങ്ങിക്കേ, ഇറങ്ങി പോടാ. മുഞ്ചില്ലേ? അല്ല, കണ്ണൂർക്കാണോ വിയൂർക്കാണോ ഇപ്പൊ നിങ്ങളെ കൊണ്ടുപോവുക? വിയൂരല്ലടാ അടുത്ത്. നിങ്ങൾ ഏതായാലും ജയിലിൽ പോവല്ലേ? 5 ലക്ഷം എനിക്ക് മറിക്കാൻ തന്നൂടെ? സെൻസർ ബോർഡിലുണ്ട്, ഞാൻ മറുപടി പറയുന്നില്ല. വണ്ടി എടുത്തേ. പശുവിന് വാലെത്ര? അമ്പടക്കേ മാ ഒന്നാണേ. പ്രിയ ഒന്ന് വന്നു. പഠിക്കട്ടാ, അതേ വരണു. നിനക്കൊരു കോൾ ഉണ്ട്. ആരാ? നിന്റെ വുഡ്ബി 200 പവൻ. എന്തുട്ടിനെ വെറുതെ 200 പവനിന്ന് വല്ലതും കുറഞ്ഞാലോ? എവിടെ ഒരു ഗ്രാമ കുറഞ്ഞ അവന്റെ അമ്മച്ചി ചാവും. നീ ഒന്ന് സംസാരിക്കേ. ഇന്നാ പിടി പോ. ഹലോ, ഞാൻ ബിനോയി. എന്റെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്താ? പിന്നല്ലാണ്ട്. ഹൈ, റീയെന്നെ തെറ്റിരിക്കലെന്ന്. അന്ന് അമ്മച്ചി അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ഞാന് പെട്ടുപോയതല്ലേ. എന്നിട്ടിപ്പ എന്തുട്ടായി? അമ്മച്ചി ഡിസിഷൻ മാറ്റിയാ? അമ്മച്ചി ഇപ്പൊ 175 പവനില കോംപ്രമൈസ് ആയിന്ന്. ബിനോയ്, ബിനോയ്ക്ക് ഈ സ്വർണത്തിന്റെ കണക്കലോടൊന്നും പറയാനില്ലേ? ഹൈ, ഇതിപ്പോ ഞാൻ പറഞ്ഞ കണക്കല്ലെന്ന്. നിന്റെ ബ്രദർ റിനിയേട്ടല്ലേ ഇവിടെ വന്ന് അമ്മച്ചിയോട് സംസാരിച്ച് ഫിക്സ് ചെയ്ത കണക്കാണ്. മനസ്സമ്മതത്തിന്റെ ഡേറ്റ അകത്ത് തീരുമാനിച്ചോണ്ടിരിക്കട്ടാ. ബിനോയ് എന്തിട്ടാ ആളെ കളിപ്പിക്കാ? അപ്പൊ റീയൊന്നും അറിഞ്ഞില്ലേ? നമ്മടെ റീനിയേട്ടനും ജോജും വീട്ടിലാണ്ടെന്ന്. റീനിയേട്ടന് ഫോണാ കൊടുക്കാന്നേ. റിനിയേട്ടാ, നമ്മടെ റിയാണ്. റിനിയേട്ടന് ഇവിടെയുള്ള കാര്യം പറഞ്ഞിട്ട് അവക്ക് വിശ്വാസമാണല്ലോ. ഒന്നും സംസാരിച്ചേ. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേരം അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുടെ റിൻചോയ ആളി പറയണേ? ഞങ്ങളങ്ങോട്ട് ഉറപ്പിച്ചല്ലേ. ഈ മാസം 15-ന് മനസ്സമ്മതം, 19-ന് കല്യാണം. 175 പവൻ സ്വർണം കൊടുത്തിട്ടാ? കാശ് എത്രയൊന്നും കരുതിയേ? സ്വർണത്തിന്റെ വില നീ എന്നെ പഠിപ്പിക്കണേ? ഈ റിൻചോനത് എന്താ ലോട്ടറി വല്ലതും അടിച്ചാ? ആ, ലോട്ടറി അടിച്ചോന്ന് പറയാം. ഞാനേ ചെറുക്കനെ കൊടുക്കാട്ടാ, കുറിങ്ങിക്കോ. ആ, ഇവിടെ നിൽക്കണ്ടായിരുന്നു. റിയ ഹാപ്പി അല്ലേ? ആരാടെ ഈ കടയുടെ ഉടമ? ഞാനാണ് സാർ. തന്റെ പേരെന്താ? സുഗുണൻ. എത്ര വർഷം ഈ ഷോപ്പ് തുടങ്ങിയിട്ട്? 8 വർഷമായി സാർ. 8 വർഷം. ഇത് നീ തയ്ച്ച ഷർട്ടാണോ? അതെ സാർ, ഇവിടെ തയ്ച്ചാണ്. ഇത് ആരുടെയാണെന്ന് നിനക്കറിയാമോ? നോക്കണം സാർ. സാർ, ഇതൊരു ദിവാറിന്റെയാണ് സാർ. കൊട്ടേഷൻ. അപ്പൊ നിനക്ക് ഈ ആളെ ശരിക്കും അറിയാം? അറിയാം സാർ. എത്ര നാളായി ഇത് അവൻ വാങ്ങിപ്പോയിട്ട്? 6 മാസം കഴിഞ്ഞു സാർ. ഇവന്റെ വീട് എവിടെ? നടവരമ്പ് കോളനിയിലാണ് സാർ. ആ, ഒരുത്തനെ തല്ലിക്കൊന്ന് കായല് താത്തിയിട്ട് താൻ ഇതിനകത്ത് കയറി അടയിരിക്കുകയാണല്ലേ? ഒന്ന് വിരട്ടി വിടാനേ ഞാൻ പറഞ്ഞോളൂ. കൊന്നത് അവനാ, റിനി. അതല്ല, അവൻ തത്ത പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞു.
ഈ നടി ഗീതു നായരെ തനിക്ക് അടുത്തറിയാവോ? അവള് നല്ല നടിയാണ് സാർ, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിലും നല്ലൊരു അവാർഡ് തനിക്ക് തരാൻ വേണ്ടിയാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. Take him. നടക്കടോ. യെസ്. നിങ്ങളാണോ മിസ്റ്റർ ലോനപ്പൻ? ഇവിടെ വെച്ച് വേണ്ട സാർ, ഞാൻ സ്റ്റേഷനിലേക്ക് വന്നോളാം. അതൊന്നും വേണ്ട. ഇവിടെ ദീപ്തി എന്നൊരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാർ, ഞാൻ വിളിപ്പിക്കാം. എത്ര നാളായി ഇവിടെ ജോലി കയറിയിട്ട്? 1 മാസം. അതിനു മുമ്പ് KGM ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് മാറിയത്? നഴ്സിംഗ് ജോലിയൊക്കെ കളഞ്ഞിട്ട്. അത് സാറേ, ദീപ്തിനെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഒരു സ്റ്റാഫാണ്. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നേ. അവൻ എന്നെ നിർബന്ധിച്ചു. അപ്പൊ ഈ ക്രാവിന് ഇവിടെ ഒരു പണി അങ്ങോട്ട് സംഘടിപ്പിച്ചു. ഇവിടെയാണെങ്കിൽ സ്റ്റാഫിന് കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു അല്ലേ? അതൊക്കെ പോട്ടെ, എന്താ സാറേ പ്രശ്നം? പറയാം. ഇയാളെ ദീപ്തി മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്താ? ഒന്നുമില്ല. ഒരു ദിവസം രാത്രി ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആയിരുന്നു. എന്നിട്ട് രാത്രി എന്നെ പോലീസുകാരെ വന്ന് വിളിച്ചിട്ട് പോയി. ഏത് സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് അവര് പറഞ്ഞത്? അതൊന്നും പറഞ്ഞില്ല. നിങ്ങളോട്ട് ചോദിച്ചതുമില്ല? അവരവിടുത്തെ വേറെ സ്റ്റാഫുകളല്ലേ സാർ? സ്റ്റാഫുകളല്ലേ ചോദിക്കേണ്ടത്? അതെ, സ്റ്റാഫുകളല്ലേ ചോദിക്കേണ്ടത്. അതെന്താ ചോദിക്കേണ്ടിരുന്നത്? അവൾ ആ സമയത്ത് ചോദിച്ചില്ല. പരാതിക്കാരുമില്ല. ഞങ്ങൾ അവന്റെ വീട്ടിൽ പോയിരുന്നപ്പോ അവന്റെ ഭാര്യ പറഞ്ഞത് മിനിങ്ങാന്നും അവരെ വിളിച്ചിരുന്നു. ഭാര്യ അങ്ങനെ പറഞ്ഞ അപ്പൊ പിന്നെ എന്തുട്ട് പ്രശ്നം പറയണ സാറേ? കഴിഞ്ഞ ആഴ്ച വെണ്ടുരുത്തി പാലത്തിന് കീഴിൽ മീൻ പിടിക്കുന്ന ഒരു വലയിൽ ഒരു ശവം കുടുങ്ങി. അത് ഈ പറയുന്ന ദിവാകരൻ്റെതാണെന്നുള്ളതിന് ചില എവിഡൻസുകളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അവന്റെ ഭാര്യ വിളിച്ചു എന്ന് പറഞ്ഞത്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഈ പാവം കുട്ടി അങ്ങോട്ട് പോയിക്കോട്ടെ സാറേ. ശരി, കുട്ടി വയ്ക്കോ, ഞങ്ങൾ വിളിപ്പിക്കും. അപ്പൊ വരേണ്ടി വരും. പോകാൻ പറഞ്ഞാണ്ട് പൊക്കൂടെ, പിന്നെ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ച് നിൽക്കുക. ദീപ്തി, നീ തകർത്തു വിട്ടോ. കറക്റ്റ് ആയിരുന്നു നിന്റെ സ്റ്റേറ്റ്മെന്റ്. അങ്ങോട്ട് വരാൻ. ഒരുത്തനെ തല്ലിക്കൊന്ന് വെള്ളത്തിൽ താത്തിയിട്ട് നീ കുള്ളായും കളി കളിച്ച് നടക്കുകയല്ലേ? എവിടെ ബോഡി താത്തിയേ? വെണ്ടുരുത്തി പാലത്തിന്റെ താഴെയാന്നാ പറഞ്ഞേ. പോങ്ങോ? ഇല്ല, കല്ല് കെട്ടി താത്തിയിട്ട്. ആരായിരുന്നു SI വേഷം? മുളവുകാട് സുര. അവനാണെങ്കിൽ കുഴപ്പമില്ല. അതെ, കുർബാന കഴിയുമ്പോ അച്ഛനൊന്ന് കാണണം പറഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് കുമ്പസാരിക്കരുത് കേട്ടാ. കുമ്പസാരേശ അച്ഛന്മാര് പുറത്തു പറയില്ല പറയണേ. അതിന് ഏപ്പില് നല്ല ഇടി കിട്ടുമ്പോ ഇതല്ല ഇതിന്റെ അപ്പുറം വരെ പറയും. ഇവനൊരു പൊട്ടനാ. എന്റെ അമ്മ ഈശോമിശേക്ക് സുഖം തന്നെയല്ലേ ചോ? ഇപ്പോഴും സുഖം തന്നെ ഇരിക്കുക. എന്തുട്ടാ പറ്റിയേ? പതിവില്ലാണ്ട് പള്ളിയില് ലോൻപൻ സാറിനെ കണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നേ. ആ കൂട്ടത്തില് കർത്താവിനെ ഒന്ന് വിഷ് ചെയ്യാന്ന് വിചാരിച്ചു. ഈ പാരിഷ് ഓണുള്ള ഡൊണേഷൻ 10,000 ഞാൻ ട്രസ്റ്റിയുടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കിട്ടി. പക്ഷേ രസീത് കിട്ടിയില്ല. കിട്ടും. പള്ളി വരുന്നില്ലേലും ഇവൻ ഡൊണേഷൻസ് ഒക്കെ തറവാടത്തോടെ ചെയ്യുന്നുണ്ടേ. 2 പെങ്ങന്മാര് കെട്ടുപ്രായമായിട്ട് വരില്ല ചോ. ഇത് ജോണിച്ചൻ പെങ്ങടെ മോനാണേ. മണലൂര് ബാറിനടുത്താണ്. കണ്ടിട്ടുണ്ട്. മണലൂർ ലൂസിയ
പൂട്ടിയില്ലേ? ഞങ്ങൾ 4 പാർട്ട്നേഴ്സാ. കഴിഞ്ഞ മാസം ബാറിന് സൗകര്യമില്ലെന്ന് പറഞ്ഞ് നോട്ടീസ് വന്നപ്പോൾ ഞങ്ങളൊന്നും പൊളിച്ചു പണിഞ്ഞു. ഒരു 25 ലക്ഷം രൂപ ആവഴിക്കങ്ങ് പോയി. ബ്ലേഡിൽ നിന്ന് എടുത്താ. ലോനപ്പൻ സാറിനോട് ചോദിച്ചപ്പോ ആളാ പറഞ്ഞേ ബാറ തുറപ്പിക്കണ ഏർപ്പാടൊക്കെ നിന്റെ സെഷനാന്ന്. ബാറൊക്കെ തുറക്കാൻ ഗ്യാരണ്ടിയാണ്, പക്ഷേ ഇച്ചിരി തുട്ടക്കിറക്കേണ്ടി വരും. ഏത് വഴിക്കാലും ഉണ്ടാക്കി തരാം അറിയിച്ച, അല്ലാണ്ട് നിവൃത്തിയില്ല. ബാറ് തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യയെ നിവൃത്തിയുള്ളൂ. ഇപ്പോഴത്തെ മരണസഹായ ഫണ്ടിലേക്കുള്ള 1000 രൂപ. നീ ധൈര്യമായിട്ടിരി, അവനൊരു കാര്യം ഏറ്റതാ. എന്നാ ശരിയച്ചോ. എന്നുവെച്ചാ ഞാനും ഇങ്ങോട്ട് ഇറങ്ങാനായി. അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച KCBCയുടെ മദ്യരോഗത്തിനെ കുറിച്ച് പ്രസംഗിച്ചേ? നീ പോയേ പോയേ. അത് ശരി. ജോണിച്ചാ ഇപ്പൊ തന്നെ പോയിക്കോ, കട്ടിക്കാ പിടി പോ. ഞാൻ വിചാരിച്ച മാതിരിയല്ല കേട്ടോ, നിങ്ങൾ ആളൊരു പുലി തന്നെയാ. അതെന്താ അങ്ങനെ വന്നാൻ? കഴിഞ്ഞ മാസം ആ തമിഴന്റെ വണ്ടി എട്ട് കേസിൽ 1.5 ലക്ഷം വലിച്ച്, ഇപ്പം ബാറൊന്ന് 4 ലക്ഷം പ്രകാരം 24 ലക്ഷം അതും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ കോടീശ്വരനാ. എടാ ലൈഫിൽ റിസ്ക് എടുക്കണേ പ്രോഗ്രസ് ഉള്ളോ? റിസ്ക് എടുക്കണേ ലോനപ്പം മുതലാളിയല്ലേ? അത് ശരി. ഇപ്പൊ ഈ 2 കേസും ഫെയിലിയർ ആയി നിൽക്കട്ടെ, നിന്റെ ഈ റിനിച്ചേന്റെ അവസ്ഥ എന്താ എന്റെ വിചാരം? കട്ടപ്പുകയാണ് കട്ടപ്പുക. ജോജു, നമുക്ക് ലൈഫിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവണം, എന്നാലൊരു എയിം ഉണ്ടാവുള്ളോ. എന്താ എയിം? ഒരു 2 വർഷം ഞാനൊരു പെണ്ണ കിട്ടും. അത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും ടോപ്പ് മാരേജ് ആയിരിക്കും, ഏറ്റവും ടോപ്പ് ഡൗറിയും വാങ്ങിയിട്ട്. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിലേ നമ്മുടെ അപ്പന്റെ പൂട്ടിക്കിടന്ന ജ്വല്ലറി തുറക്കും, നമ്മുടെ മാട്ടുമ്മ ജ്വല്ലറി. അത് നമുക്ക് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനാക്കണ്ട. ഒരു 2 മണിവരെ നീ കീടനാശിനെ പറ്റോ? കാർ അണ്ടർഗ്രൗണ്ടിലിട്ട് ബൈക്കിലിട്ടാ. സുരേഷ് ജയ്സ ഇപ്പൊ തുറക്കാം ഹർബാറും മുഖ്യമന്ത്രി വിചാരിച്ച് തുറക്കാൻ പറ്റിയിട്ടില്ലേ ബാറ്. പിന്നെയാണ് ഇയാള്. ഇത് വെറും ഫ്രോഡുകളെയാന്നേ, കാശടിക്കാൻ ആളെ പറ്റിക്കാനായിട്ട്. 40 പിടിച്ചു. ഞാൻ പറഞ്ഞു ഉപ്പാക്കിണ്ട്. ഇന്നത്തെ പത്രത്തിലും ബാർ തുറക്കില്ലെന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞിരിക്കണേ. നമ്മുടെ കാശ് വെള്ളത്തിലാവൂറിനിട്ടാ. നമ്മളല്ല ജയ്സ, ഞാനാ കാശ് കൊടുത്തത്. അപ്പൊ ബാർ തുറപ്പിക്കാനുള്ള വഴി എനിക്കറിയാം. ജയ്സനും സുരേഷിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഞാൻ 10 കേട്ടുന്നുള്ളൂ. അല്ല, ഒരു ഉറപ്പൊന്നുമില്ലാതെ 1 കോടിയൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞ. 1 കോടിയല്ല, മൊത്തം 2 കോടിക്ക് മുകളിൽ വരും. ജയ്സ, നീ താഴേക്ക് പോയേ. അവന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ടാ. അവൻ ക്ടാവല്ലടാ റിനി, നീ വിട്. ഇതൊരുമാതിരി കോൺഫിഡൻസ് ഉള്ള വർത്താനല്ലേ ഡാവിന്റെ വായിന്ന് പറഞ്ഞേ. നമ്മൾ ഓടിത്തളർന്ന് ക്ഷീണിച്ചു വരുമ്പോ ഒരു നല്ല വാക്ക്. സിൻസാറ്റിക്കിടയിൽ പുളിയും ചിഴിഞ്ഞു വരത്തവന്റെ ഒരു സ്വഭാവം. എന്തുട്ടാടി സ്വപ്നെ? റിൻസറിനെ കാണാനായിട്ട് റേഡിയോ വന്നിട്ടുണ്ട്. ആരാന്ന് ചോദിച്ചില്ലേ? ഒരു ദിവാകരന്റെ ഭാര്യ എന്നാ പറഞ്ഞേ. ദിവാകരന്റെ പെണ്ണാന്ന്. എന്തുട്ട വലിയ ദിവാരേട്ടൻ വീട്ടിൽ നിന്നാ പോയിട്ട് 1.5 ആഴ്ചയായി. വിളിച്ചിട്ടാണെങ്കി ഫോണാ സ്വിച്ച് ഓഫ്. ഞാനും ദിവാരനായിട്ട് കണ്ട ഏകദേശം 1 മാസത്തോളായല്ലോ. പിന്നെ ഞങ്ങൾ തമ്മില് വലിയ ക്ലോസ് അല്ലല്ലോ. എന്തേ എന്നോട് തന്നെ ചോദിക്കാൻ? മൂപ്പര് പോയ ദിവസം കാലത്തെ റിനി സാർ വിളിച്ചിണ്ടായില്ലോ. ദിവാരേട്ടാ, മാട്ടുമല്ല റിനി വിളിക്കണ്ട്. എടുക്കണ്ട, ഞാൻ തിരിച്ചു വിളിച്ചോണ്ട്. എടുക്കില്ല, പ്രത്യേകിച്ച് ഞാനാണെന്ന് അറിഞ്ഞ ഒരിക്കലും എടുക്കില്ല. ഞാൻ ഈ ലോനപ്പൻ സാറിന്റെ ഫിനാൻസിൽ നിന്ന് ജാമ്യം നിന്നിട്ട് 1 ലക്ഷം രൂപ എടുത്ത് കൊടുത്തേ. 1 മാസമായി. പലിശ അടിക്കില്ല, വിളിച്ച ഫോൺ കൊടുക്കില്ല. പിന്നെ ഇവിടുത്തെ ലോക്കലിൽ നിന്നൊക്കെ 50-35 ചേട്ടൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് കേട്ടെ. എന്നിട്ട് ത്രില്ലിട്ടായിട്ട് സ്ഥലത്തിന് തീർവല്ല നടക്കണ്ട. അതോ വീട് പണിയാ? ഉണ്ടാവും, എവിടെയെങ്കിലും വീട് പണി നടക്കണ്ടാവും. ഞാൻ അറിഞ്ഞിട്ടില്ല. റിനി സാറേ, ഞാൻ വന്നേ മുതലാളിയോട് പറഞ്ഞിട്ട് എനിക്ക് ഇത്തിരി കാശ് മേടിച്ചു. അതെ, മോനെ സ്കൂളിൽ ചേർത്താനുള്ള ഡേറ്റ് ആയി. ഇതെത്ര വലിയ കാര്യം? അഡ്മിഷൻ ഫീസ് യൂണിഫോം എല്ലാം കൂടി ഒരു 10,000 ഉറുപ്പിയാവും. എന്റെ കർത്താവേ, 1ാം ക്ലാസ്സിൽ ചേർക്കാൻ 10,000 രൂപ? എന്തുട്ടത്? കുട്ടീനെ ഇറക്കണം നമ്മുടെ പള്ളിവാ സ്കൂളിലെ. അതിന്റെ കാര്യം താനൊരു കാര്യം ചെയ്യും. ഞാൻ ഉച്ച കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട്. ലവ്ലി വിട്ടോ? വിട്ടോടോ.
എന്തുട്ടാ വേണ്ടേ? എനിക്ക് സാറല്ലേ എന്നാ ഹോസ്പിറ്റലിൽ വന്നേ? ഹോസ്പിറ്റലാ? ആ. ഇതെന്തുട്ട് ഇപ്പൊ അങ്ങനെ വന്നാൻ? അങ്ങോട്ട് ഇരിക്കേ, ഇരിക്കട്ടാ. സ്വപ്നേ, സാറിനെ പോലെ ഒരു പോലീസുകാരനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ അതറിയില്ല. ഒരാളെ പോലെ 7 പോലീസുകാരുണ്ടെന്നാണല്ലോ പറയാ. അപ്പൊ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് സാരം. എന്തുട്ടാ നോക്കണ? മാല അല്ല, റിങ്ങാ. വെഡിങ് റിങ്ങാ? അതിനൊന്നും നേരമായിട്ടില്ല. നേരം കാലൊക്കെ നമ്മളെ തീരുമാനിക്കണേ തമ്പുരാനല്ലേ? കണ്ടറിയാട്ടാ, ഒരു 6 മാസത്തിനുള്ളിൽ മിന്നാ കയറും. അങ്ങനെ ഗോൾഡ് എടുത്തോളട്ടാ. സ്വപ്നെ കാണിച്ചു കൊടുത്തേ. പേരെന്താ? ദീപ്തിന്ന്. പഠിക്ക? അല്ല, KGM ഹോസ്പിറ്റലിലെ നഴ്സാണ്. ആ, ഞാൻ റീനീപ്പൻ, ഇവിടുത്തെ ഓൾനോളാണ്. വേണമെങ്കിൽ ഈപ്പൻ പോലീസ് വിളിച്ചോട്ടാ. ശരിട്ടാ, കാണിച്ചെടുത്തേ. ആകെ കുണ്ടംപ്ലീസ് ആയില്ലടാ. ചത്തവന്റെ പെണ്ണും സാക്ഷിയും കൂടി ഒരുമിച്ച് ഒരിടത്ത്, അതും നമ്മുടെ സ്ഥാപനത്തില്. നമ്മൾ ആപ്പിലാവോ? ഏയ്, ആ നേഴ്സ് ഡാമിന് എന്നെ മനസ്സിലായിട്ടില്ല. എന്റെ ഫേസ് കട്ടിലേതൊരു പോലീസുകാർ എത്ര ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. പോലീസുകാർ ചോദിച്ച കടാവ് തത്ത പറയണ പോലെ പറയില്ലേ? പോരെ പൂരം. ഐ, അത് പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ മകരത്തിൽ കൊയ്ത്തു വന്നിട്ട് ഇപ്പളെ കുണിഞ്ഞേക്കേണ്ട കാര്യണ്ട. അതേ, എനിക്കാ ദിവാറിന്റെ പെണ്ണാട്ടാ ഡേഞ്ചർ ആയിട്ട് വന്നേ. അവളെന്റെ അടുത്ത് കുറച്ച് കാശുകാർ ചോദിക്കാൻ വന്നേ. നീ എന്നിട്ട് എന്തുട്ടാ അവളോട് പറഞ്ഞേ? കൊടുക്കാന്ന് പറഞ്ഞു. അവൾക്കൊരു സ്മെല്ലടിച്ചിട്ടുണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട്. അല്ലാണ്ട് ഇപ്പൊ എന്നോടൊന്ന് കാശ് ചോദിക്കോ? എത്രയാ അവള് ചോദിക്കണേ? പോരകത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റുള്ളോ? 50,000 ഉറുപ്പിക വയ്ക്കണേ. എത്രയാന്ന്? 50,000. നീ ഇത് വീശിയിട്ട് നൈസായിട്ട് അവളെ വളക്കി. അയ്യേ, ആവശ്യം വരും. വളയ്ക്കാന്നൊക്കെ പറഞ്ഞ ഞാൻ ആ മീനിങ്ങിനല്ല ഉദ്ദേശിച്ചത്. അവളെ വളച്ച് കയ്യിലെടുക്കണെന്ന. 50 ഉറുപ്പിയിൽ നിക്കോ നോക്കട്ടെ. എന്താ പറഞ്ഞ? ഇത് 50 ഉറുപ്പിയിൽ നിക്കോ നോക്കട്ടെ എന്ന്. നീ മറ്റോൾക്ക് വല്ലതും കൊടുക്കേണ്ടി വരുമോ? ഇങ്ങോട്ട് വാന്നേ, വാന്ന് എന്തുട്ട് കാണിച്ചിങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നേ. കണ്ണ് മിഴിപ്പിക്കാതെ എടുക്കടാ, ആള് പുലിയാനേട്ടാ. മോളതിങ്ങോട്ട് എന്നേ, ഞാൻ കൊടുക്കാലോ. ഇതിപ്പോ നമ്മുടെ ക്രാവിന്റെ അടുത്ത കൂട്ടുകാരിയാണേ. അനിത എന്നാണ് പേര്. മിടിക്കുക. അപ്പളേ നമ്മൾ ഈ ചായ കുടിക്കുന്ന സമയം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ട് സംസാരിക്കണ്ടാവൂല്ലോ. എന്നാ പിന്നെ അതങ്ങണ്ട്. എടാ പിന്നെ നീ ചായ കുടിച്ചാലും കുഴപ്പമില്ല, അത് പിന്നെ ആവാലോ. നീ ആ ക്രാവുമായിട്ടും സംസാരിക്കടാ. ഞാൻ 2 വർഷക്കാലായിട്ട് ദുബായിലായിരുന്നേ. ദുബായിൽ എവിടെയാ? നമ്മുടെ അജ്മലില്. കുറച്ചാലും ഷാർജയിലായിരുന്നേ. നമ്മുടെ ലോറൻസ് ഉള്ളപ്പോ അജ്മലിലേക്ക് ഒരു വലിയ വലിച്ചു. സാലറി ഡബിളാണ്. റിയക്ക് എങ്ങനെ ദുബായി കാണാൻ കൊതിയണ്ട? അടുത്ത മാസം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ തുടങ്ങാണേ. അങ്ങനെയാണ് ടിക്കറ്റ് അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാം. ഫെസ്റ്റിവൽ തുടങ്ങിയാലേ ചാർജ് ഡബിൾ ആവും. അയ്യോ, പാസ്പോർട്ട് ഇല്ല. ഈശോയെ, ബ്രോക്കർ വറീതേട്ടൻ അങ്ങനല്ല പറഞ്ഞേ. എത്തിപ്പോലെ ഗടി കുള്ളനുണ്ടല്ലോ കൂടെ. ഇങ്ങോട്ട് വായോ. മനസ്സിലായില്ലേ? നമ്മുടെ ക്രാവിന്റെ ബ്രദറാണ്. ഇരിഞ്ഞാലക്കുട ടിയാന ജ്വല്ലറിയുടെ ലീഡിംഗ് പാർട്ണറാണ്. ചെറുക്കിന്റെ ഒപ്പം വക്കീലാന്ന് പറഞ്ഞോളൂ. സാറാന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ തമ്മിൽ ഗഡികളാണെന്ന് ഞാൻ അറിയണ്ടേ? നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ഞാൻ പറഞ്ഞുതരാം. ഒരു റവന്യൂ റിക്കവറിയുടെ വണ്ടിന്റെ തമിഴനെ വണ്ടി ഇടിച്ചതിന്റെ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ മാസം ഒരു റവന്യൂ റിക്കവറിയുടെ കാര്യമായിട്ട് ഇങ്ങനെ വന്നിരുന്നു. അങ്ങനെ ഫ്രണ്ടിന്റെ ഒരു റവന്യൂ റിക്കവറി കേസ് അതെല്ലാം സോൾവ് ആയി ഇല്ലേ? അത് സോൾവ് ആയി. സോൾവ് ആയി. നിങ്ങൾ തമ്മിൽ സംസാരം കഴിഞ്ഞ സന്തോഷത്തിലാണല്ലോ. അപ്പൊ പറയതേ, നമുക്ക് ഇനി ആലോചിക്കാൻ അന്വേഷിക്കാനൊന്നുമില്ല. എല്ലാം നമുക്ക് ഉറപ്പിക്കാം. കാര്യങ്ങൾ പറഞ്ഞൊരു തീരുമാനമാകാതെ അതിനല്ലേ പറയൂ നിൽക്കുന്നേ, അല്ലേടോ? നിങ്ങൾ എന്തുട്ടാ പേടിക്കണേ? ചെക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ ഈസ്റ്റർ കഴിഞ്ഞ് മിന്നു കേട്ട് എന്തേ? അവനും അവന്റെ അപ്പനെ പോലെ തന്നെയാ. ഞാൻ പറയുന്നതിനപ്പുറം ഒരു തീരുമാനവും ഇല്ല, അല്ലേടാ? എന്നാ പിന്നെ ഇത് നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്യാം. എന്തേ? എന്തിനാ പറയുന്നത്? ഞാൻ ടിയാന ജ്വല്ലറിയുടെ പാർട്ട്ണർ പറയുമ്പോ എന്റെ റിനിയേട്ടോയ്, അത് ഞങ്ങള് കല്യാണ ബ്രോക്കർമാരുടെ നേക്കാണ്. ഞാനേ
410 കല്യാണം നടത്തിയിട്ടുണ്ട്. ഈ 410 പേരോടും കർത്താവാണേ സത്യ പറഞ്ഞിട്ടില്ല. എന്നിട്ട് എന്തേ ആകാശം ഇടിഞ്ഞു വീണ? എന്തുട്ടാ വേണ്ട പറയും. ഹൈ, ഞാൻ പകല് കഴിക്കില്ലാട്ടാ. ഹൈ, പോലെ ഇതിന്റെ ഉള്ളിൽ ഒരു നൈറ്റ് എഫക്റ്റ് ആണല്ലോ. കുഴപ്പമില്ല, ഒരു തേനീച്ച ഫുള്ളായിക്കോട്ടെ. ഒരു പൈനാപ്പിൾസ് എടുക്കട്ടെ, ഫ്രഷ് ആണ്. അപ്പൊ ഈ ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് അടിച്ചിരിക്കണ ആള് കുടിക്കില്ല, ഫ്രഷ് ജ്യൂസാ പതിവ്. ആണോ? സത്യം പറയതേട്ടാ, ഞാൻ കഴിക്കില്ല. അല്ല, ഈ ബാറും ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് കഴിക്കില്ല എന്ന് പറയുമ്പോ ഒരു കുടുംബയോഗത്തിനുള്ളതൊക്കെ അപ്പം കുടിച്ചിട്ടുണ്ടല്ലോ. അല്ലേ, അപ്പന്റെ കുടുംബക്കാരായിട്ട് എങ്ങനെയാ? നല്ല കോർപ്പറേഷനിലാ? കോർപ്പറേഷൻ ഓർമ്മൊന്നുമില്ല. കുടുംബയോഗത്തിന് മരിപ്പിനൊക്കെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അല്ല റിനിയേട്ടോ, അപ്പന്റെ കുടുംബ പേര് മതിയല്ലോ. ഈ മാട്ടുമേലെന്ന് പറഞ്ഞ പിന്നെ ഒരെതിർവാക്കില്ല. ഇന്ന് വന്ന പയ്യന് എന്നെ എത്ര ആലോചന വന്നെന്നറിയോ? അതും എവിടുന്നൊക്കെ. മാട്ടുമേലൊരു ക്രാവുണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ എതിർവാക്കില്ല. എന്തുട്ടാ പറയുന്നേട്ടാ അവരുടെ ഡിമാൻഡ്? പോക്കറ്റ് മണ്ണ് കാര്യത്തിലുണ്ടല്ല, ഒരു ഡിമാൻഡും ഇല്ല. പക്ഷെ ഗോൾഡ് മേലാണ് റിവെഞ്ച്. റിവെഞ്ച് അതൊരു ബിഗ് സ്റ്റോറിയാണേ. നമ്മുടെ പയ്യന്റെ അമ്മച്ചി വക്കീലിന്റെ ഭാര്യ ഒരു ടീച്ചറാണേ. ഈ ടീച്ചറിനൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു ടീച്ചർ ഈ ക്രാവിന് നമ്മുടെ ബിനോയ്ക്ക് അവര് പ്രപ്പോസലാ വെച്ചു. ഹൈ, ബിനോയ് എന്നാണല്ലോ നമ്മുടെ ചുള്ളന്റെ പേരെ. അവിടുന്ന് അവരെ കൊണ്ട് മൈൻഡ് ചെയ്തില്ലെന്നേ. 200 പവനാ കൊടുത്ത് അവരാ ക്രാവിനെ വേറൊരു ബ്ലേഡുകാരനെ കൊണ്ട് കെട്ടിച്ചു. നമ്മുടെ വക്കീലിനും ഭാര്യയ്ക്കും അന്നാ തുടങ്ങിയ റിവെഞ്ചാണ്. ഏത് ഒരു തറവാട്ടിൽ നിന്ന് 200 പവനാ മേടിച്ച് ഞങ്ങളുടെ മുട്ടിനെ കെട്ടിച്ചിട്ട് കുർബാന കൂടുവോളെന്ന്. 200 പവനാ? ഐ റിനിയോട്ടോയ്, നാട്ടിക്കലട്ടാ. 200 അവര് വലിയ തറവാടികളാ. റിനിയേട്ടനെ മെന്നുകെട്ട് വരുമ്പോ ഇതുകൂടെ ചേർത്താ ബാർഗ്യം ചെയ്യാന്ന്. നടക്കില്ലേട്ടാ. 75 കൂടുതൽ നമ്മളെ കൊണ്ട് മുട്ടില്ല. എന്താ കിടാവേ മിഴിച്ചു നോക്കണേ? ഞാനാണ് ലോനപ്പൻ സാറ്. എവിടെയാ അമ്മച്ചി അടുത്തേക്ക്? ഒരു പള്ളിയിലോട്ടാ പോയി. അപ്പൊ മോള് പള്ളി പോയില്ലേ? ഞാൻ ആദ്യത്തെ കുർബാനക്കാ പോയി. ഉവ്വ, ഒന്നിരിക്കാൻ പറയടി. ഇരിക്കുന്നു. അപ്പച്ചാ, ഇതല്ല ഒൻപ സാറ് ഇരിഞ്ഞാലക്കുടയിലാ. ജ്വല്ലറി വെച്ചുള്ള പരിചയാണ്. എന്തുകൊണ്ടാണ് വിശേഷിച്ച്? വരേണ്ടി വന്നല്ലേ പറ്റൂ, അല്ലാതെ ഞാനിപ്പം തൊട്ട് ചെയ്യാ. മോള് പോയി ചായ എടുത്തേ. നിക്ക് ചായയൊക്കെ പിന്നീട് നമുക്ക് വിശദമായിട്ട് കുടിക്കാം. റിനി പറഞ്ഞിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വന്നത്. റിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാഫാണ് കേട്ടാ. ദീപ്തിക്കറിയാം. സ്റ്റാഫ് എന്ന് പറഞ്ഞാ പോരാ, കൂടെ പറപ്പെന്നോ മോനെന്നോ ഒക്കെ കൂട്ടാം. അവന്റെ കുടുംബക്കാരെല്ലാവരും കൂടി പോയി ഒരു പെണ്ണ് കണ്ടു. ഏതാണ്ട് ഉറപ്പിക്കണ പാകത്തിലായിരിക്കണു കാര്യങ്ങള്. ചെക്കനാണെങ്കിൽ ഈ ദീപ്തി അല്ലാണ്ട് വേറൊരു പെണ്ണിനെ ഈ ജന്മത്ത് വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുക. ഞാനിപ്പം തൊട്ട് ചെയ്യ. ഹൈ, അപ്പച്ചൻ തെറ്റിദ്ധരിക്കണ്ട. പ്രേമോ സ്നേഹമോ ഒന്നും അല്ല. അവൻ ഈ കുട്ടിയെ ജുവലറിയിലോ പള്ളിയിലോ എവിടെയോ വെച്ചു കണ്ടു. ഞാനിപ്പം തൊട്ട് ചെയ്യേ. ഞാൻ ആകെ കൂടെ 1-2 വട്ടം കണ്ടിട്ടുള്ളൂ ആളെ. ജ്വല്ലറി വെച്ചിട്ട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതാണല്ലോ തറവാടിത്തം. പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടു, വീട്ടിൽ നിന്ന് കാർന്നവരുടെ സ്ഥാനത്ത് എന്നെ പറഞ്ഞു വിട്ടിരിക്കുക. ഇതങ്ങോട്ട് നടത്തി കൊടുക്കല്ലേ? അപ്പച്ചന്റെ അഭിപ്രായം എന്താ? അഭിപ്രായം എന്താ വെച്ചാ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷെ ഇവളുടെ മൂത്തൊരാള് നിക്കണുണ്ട് ഇവിടെ. അതവിടെ നിക്കട്ടെ, അത് നമുക്ക് പിന്നെ നടത്താലോ. നമ്മുടെ പയ്യനായതുകൊണ്ട് പറയല്ല, കാര്യപ്രാപ്തിയുള്ളവനാ. അവൻ ഈ ദുശീലങ്ങളൊന്നുമില്ല. ഇവിടെ ഈ ബിവറേജിന്റെ മുമ്പിൽ പോയി നിൽക്കണ പരിപാടിയും. അവൻ ഇങ്ങോട്ട് വന്ന് കേറിയ അത് നിങ്ങളുടെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. എന്നാലും ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ ചുറ്റുപാടുകളൊക്കെ ഒത്തു വരണ്ടേ? സ്വർണത്തിന്റെയും ചെലവിന്റെയും കാര്യം ആലോചിച്ച് നിങ്ങൾ ബേജാറാവണ്ട. ഞാൻ പറഞ്ഞില്ലേ, അവൻ എന്റെ കൂടെ പറപ്പാ. ഇതങ്ങോട്ട് നടന്നില്ലെങ്കിൽ ചത്തു കളയുന്ന ചെക്കൻ പറയണേ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്തുട്ട ശവത്തിൽ കാവൽ നിൽക്കണ പോലെ നിൽക്കണേ. സന്തോഷമായിട്ട് നിൽക്കണേ. വരാൻ ലുക്ക് ഹിയർ.
മനസ്സിലെ ആലയമണി മുഴക്കി പുത്തൻ കുടുംബം ചമയ്ക്കുന്നു ദൈവം ഉത്തമരാക്കി വാഴ്ത്തിടാം വാഴ്ത്തിടാം ദൈവമഹത്വം മനസ്സിലെ ആലയമണി മുഴക്കി നന്ദി ചൊല്ലാം മുന്നിൽ മുട്ടുകുത്താം അത്യുന്നതൻ തന്റെ പാദം നമിക്കാം. എന്റെ മൂട്. അമ്മച്ചി, ഈ മുമ്മൂന്ന് പഴം കൂടെ വെച്ചങ്ങോട്ട് പോയിഞ്ഞോ? ഐ, ഇതെന്താ മറിയക്കുട്ടി കടന്നിലുത്തിമാര് മുഖം വീർപ്പിച്ചേക്കണേ? ഇന്ന് ഞാൻ ചിരിച്ചോണ്ട് ചാടി കളിക്കാടാ. അത്രയ്ക്ക് സന്തോഷം തരുന്ന ദിവസമല്ലായിരുന്നോ? നോട്ടുകാരുടെ ചോദ്യത്തിന് തൊലി ഉരിഞ്ഞോ പോയി. പേര നിറഞ്ഞു നിൽക്കുന്ന 2 പെങ്കിടാങ്ങളുള്ള വീടാ. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. നീ ഒന്ന് പോയേ. ദിറിയേ, ഈ ക്രാവ് ഇത് എവിടെ പോയി കിടക്കും? കോമഡി കോമഡി ഏട്ടാ. അമ്മച്ചി ചിലപ്പോ സീരിയസ് ആയിട്ടൊരു കാച്ചാ കാച്ചു. നമ്മള് ചിരിച്ച് 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 റിൻചാനി നേരത്തെ എവിടേക്കാ പോയേ? ലോൺപൻ സാറ് വിളിച്ചോന്ന്. ഈ കല്യാണ രാത്രിയെങ്കിലാക്കി റിൻചിനൊന്ന് വെറുതെ വിട്ടൂടെ? ദീപ്തി കിടന്നാട്ടാ. ആളിനെ എപ്പോഴാ വരാന്ന് കർത്താവിന് മാത്രം അറിയാം. റിയേ, റിയയുടെ ഓരോ എനിക്ക് തനിച്ച് പേടിയാ. ചെലപ്പോ ഇങ്ങനെ രാത്രിയില് റിൻചിന് പോണ്ടി വരും. എന്ത് കാര്യത്തിനും ആ ലോനപ്പ സാറിന് റിൻചും കൂടെ വേണമെന്ന്. അമ്മച്ചിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടല്ലായിരുന്നു അല്ലേ? ഐ, ദീപ്തി എന്താ അങ്ങനെ ചോദിച്ചേ? അമ്മച്ചി അങ്ങനെ പറഞ്ഞ? കല്യാണത്തിന് തിരക്കൂട്ടിയപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോരെന്ന് അമ്മച്ചി ചോദിച്ചു. പിന്നെ ആള് എന്നെ മറന്നു. ആരാ റിൻസാന തിരക്കൂട്ടിയെ? അല്ല, റിൻസാൻ പറഞ്ഞിട്ട് ലോനപ്പ സാർ എവിടെ ഒന്ന് പറഞ്ഞേ ദീപ്തിക്ക് ഇഷ്ടമുള്ളതൊരു കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിക്കണോന്നു. ദീപ്തി റിൻസാനെ കെട്ടിയില്ലെങ്കിൽ ചത്താ കളയുന്ന ഭീഷണി ഒഴിക്കാൻ നിക്കാന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ഗുഡ് മോർണിംഗ് സാർ. എന്റെ കർത്താവ് ദൈവം നമ്പുരാനെ, ഗബ്രിയേൽ മാലാക ദേ യൂണിഫോം ഇട്ട് നിൽക്കണു. ഉടുക്കേണ്ടവർ എടുത്തപ്പോഴാണ് യൂണിഫോമിന്റെ വില മനസ്സിലായത്. ഇല്ലേ സ്വപ്നേച്ചി? എവിടെ നമ്മുടെ പുതുമണവാളൻ? സ്റ്റോർ റൂമിലുണ്ട്. നീ എന്തുട്ടടായി കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ തിരിഞ്ഞു കളിക്കണേ? നിന്നോട് ദീപ്തിനും കൊണ്ട് ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയിട്ട് കെട്ടിമറിയാനല്ലേ പറഞ്ഞത്? ഈ തിരക്കിനെ പറ്റേ നീ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യണ്ട്. ദീപ്തിയുടെ കാര്യത്തിൽ ഇനി നമ്മൾ പേടിക്കണ്ട. പോലീസല്ല പട്ടാളം വന്ന് ചോദിച്ചാലും അവള് നിനക്കെതിരായിട്ടൊരു വാക്കുപോലും പറയില്ല. അത് പറയില്ല. പിന്നെ ഈ വെണ്ടുരുത്തി പാലത്തിന്റെ കീഴിൽ നിന്നാണ് ദിവാകരന്റെ ബോഡി കിട്ടിയിരിക്കുന്നത്. പോലീസ് ഇതുവരെ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനി അവർ ലോകത്തുള്ള മിസ്സിംഗ് കേസുകൾ മുഴുവനും പൊക്കും. അല്ല, ഈ ലവ്ലി അവനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് വെച്ചാ ഇനി കൊടുക്കാമെന്ന അർത്ഥം. നീ പിന്നെ എന്ത് പിണ്ണാക്ക അവളെ വളച്ചു തളച്ചു എന്നൊക്കെ പറഞ്ഞു നടക്കണേ? അവള് കാശ് വെച്ച് കാര്യം സാറിനോട് പറഞ്ഞല്ലേ? 15 ലക്ഷം രൂപ വെക്കണേ പരാതി കൊടുക്കാണ്ടിരിക്കാൻ. എന്റെ കർത്താവേ, 15 ലക്ഷം രൂപയോ? അപ്പൊ ചത്തുപോയ ദിവാകരൻ ആരായിരുന്നു? ജില്ലാ കളക്ടറോ? ഒരു നാട്ടു നടപ്പ് തുക പറയാൻ പറയടാ അവളോട്. പിന്നെ നാട്ടിൽ പതിവായിട്ട് നടക്കുന്ന കാര്യമാണുള്ളത്. നിന്റെ വർത്താനം കേട്ടാ തോന്നും ദിവാകരനെ തട്ടിയത് ഞാനാണെന്ന്. അതെ, നീ എനിക്ക് വേണ്ടിയാ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഈ പ്രശ്നത്തിൽ ഇപ്പൊ കാശ് എത്ര മാറിയെന്ന് നിനക്കറിയൂ? ആ ലൗലി എങ്ങനെ ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുത്ത് പിന്നെ പിടിച്ചാ കിട്ടില്ലേട്ടാ. ഞാൻ പറഞ്ഞില്ലെന്നുണ്ടാ. കാശ് കൊടുക്കാടാ. പക്ഷെ പോലീസ് അങ്ങ് മണത്തറിഞ്ഞു വന്ന ദിവാകരൻ ആഴ്ചയിൽ 2 വട്ടം ലൗലിയെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് ചോദിച്ചാ അവള് പറയൂ? എവിടെ നിന്ന് വിളിക്കണമെന്ന് പറയാൻ? എടാ, മൊബൈലില് വിളിച്ചു. അത് എവിടെന്നാന്ന് ഇവളെങ്ങനെ അറിയും?
ഈ പറഞ്ഞതുപോലെ അവള് പറയുമെങ്കിൽ കാശ് എപ്പോഴാ വേണ്ടേന്ന് വെച്ചാ കൊടുക്കാം. കാശ് കൊടുക്കണേ അവള് സമ്മതിക്കും, ഇല്ലെങ്കിൽ ഞാൻ സമ്മതിപ്പിച്ചോണ്ട്. ആരാണ്? ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നാണ്. ഇപ്പൊ തന്നെ പൊക്കൊണ്ട്. ലൗലിക്ക് അറിയാലോ ദിവാറിനോട് എനിക്കൊരു അലോയില്ല എന്നുള്ളത്. പറ്റിപ്പോയി. എനിക്ക് മനസ്താപില്ലാന്ന് തോന്നുന്നുണ്ടാ. ബാർഗൈനിങ് ഇല്ലാണ്ട് നമ്മള് കല്യാണം നടത്തിയ എന്റെ പ്രൊഫൈലാകെ മാറി. നാട്ടിലെവിടെ നോക്കിയാലും നമ്മുടെ ജ്വല്ലറിയുടെ ഫ്ലെക്സ് ബോർഡിന് അച്ഛൻ പത്രമൊക്കെ വായിക്കാറുണ്ടാ. കളക്ടറേറ്റിന് മുമ്പിൽ സമരം നടത്തിയവരെ ചീത്ത വിളിച്ച് ചേച്ചിക്ക് 3 ലക്ഷം ഉറുപ്പിയാണ് വീശിയത്. എന്തുകൊണ്ടാണ്? ഒരു സന്തോഷത്തിന്. ചീത്ത വിളിച്ച സന്തോഷത്തിനോ? ഹൈ, ഒരു സാമൂഹ്യ പ്രവർത്തന രീതിയിലേ. ശരിക്കും പറഞ്ഞ ഈ സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പുരോഗതി ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടാ. ശരിക്കും അച്ഛൻ്റെ അഭിപ്രായം എന്താണ് അതിനെ പറ്റിട്ട്? എടാ, നമ്മള് സമരത്തെ കുറിച്ച് ചർച്ച ചെയ്യാനല്ല ഇവിടെ കൂടിയത്. നിനക്ക് പറയാനുള്ളത് പറയടാ. എന്നാ പിന്നെ കാര്യത്തിൽ കിടക്കാം അല്ലേ? അച്ഛ, ഈ ജ്വല്ലറി ബിസിനസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനാണ്. നമ്മുടെ തൊട്ടടുത്ത ജ്വല്ലറി 20 കിലോ ഇറക്കിയ നമ്മളൊരു 30 കിലോ ഇറക്കിയിട്ട് ഒരു 60 കിലോയുടെ പൊടിപ്പ് നിങ്ങൾ വെച്ചിട്ട് പരസ്യം ചെയ്യണം. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ കളക്ടറേറ്റിലെ പരിപാടിയൊക്കെ എൻ്റെ ഒരു ഭാഗമാണ് ഈ പബ്ലിസിറ്റിക്ക്. നീ ഇതുവരെ കാര്യത്തിലേക്ക് കടന്നില്ല അല്ലേ? എന്നാ പിന്നെ കാര്യത്തിലേക്ക് കിടക്കാം. അതെ, നമ്മുടെ ജ്വല്ലറിയിൽ ഇറക്കാൻ ഒരു 19 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഇപ്പൊ എനിക്കുണ്ട്. അത് ഇവരാ തന്ന സഹായിക്കണം. ഇപ്പൊ പണമായിട്ട് ലീവ് വേണ്ടാട്ടാ. പോരയുടെ എന്റെ പേർക്ക് എഴുതി തന്നാ മതി. ഞാനത് വെച്ചിട്ട് വല്ല ലോണൊക്കെ എടുത്ത് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തോട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രാവിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോണേട്ടാ. പുറത്തിറക്കണം നമ്മുടെ ബെൻസുകാരില്. പള്ളിമേടയിലിരുന്ന് 2 പുരോഹിതന്മാരുടെ സാന്നിധ്യത്തില നീ ഇത് സംസാരിക്കുന്ന ഓർമ്മ വേണം. ഓർമ്മയുണ്ട്. സത്യമായിട്ട് ഈ ക്യാഷിന്റെ വില എന്നെ പഠിപ്പിച്ച അച്ഛന്മാരന് അതിന് താങ്ക്സ് ഉണ്ട് കേട്ടാ. എന്റെ 10ാമത്തെ വയസ്സില് നമ്മുടെ അപ്പം പോയിസൺ അടിച്ച് പാസ് ഔട്ടായ സ്റ്റോറി അച്ഛന്മാർക്ക് അറിയാലോ. നമ്മുടെ പള്ളിവക ആശുപത്രിയിലാണ് നമ്മുടെ അപ്പന്റെ ടൈലിന്റെ ഡെഡ് ബോഡി വാങ്ങിയെടുക്കുക. അവിടെ നടത്തിയിട്ട് അങ്കുണ്ട്. എന്റെ ഹൈറ്റുള്ള ഒരു ബില്ലാണ് ആ മാനേജർ അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചുള്ള 87 ഉറുപ്പിയുടെ. കുടുംബത്തിൽ 85 ഉറുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഒപ്പം പടാവില്ല കേട്ടാ. ഈ സംസാരം നമുക്ക് ഇവിടെ നിർത്താം. മാണിക്കുഞ്ഞിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല അച്ചോ, വേർപിരിയാൻ തന്നെയാ എനിക്കും താല്പര്യം. അതിന് ഞാനും കൂടെ സൈൻ ചെയ്യലേ പിരിയാൻ പറ്റുള്ള വിറ്റ്. അപ്പച്ചാ വാ ഇറങ്ങാം. സോറി ഉണ്ടിട്ടാ, എന്റെ ഒരു പ്രാരാബ്ദം ദാരിദ്ര്യം കൊണ്ട് പറഞ്ഞു പോയതാ. ഹലോ, ഇത് തോന്നരുത്. ആ, വിധവാ സഹായ ഫണ്ടിലേക്ക് 1000 രൂപയുണ്ട്. വേണ്ടേ? എന്നാ കർത്താവ് വെച്ചോ. അപ്പൊ പിന്നെ ഈശോമിശിഹായ്ക്ക് വീണ്ടും സ്തുതിയായിരിക്കട്ടെ. ഒന്ന് നിന്നേ. ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനൊരു ഫോൺ കോൾ ചെയ്താ മതി, തീരുവല്ല. അറിയാലോ റിനി മുതലാളിക്ക്. പാവ അമ്മച്ചീനെ അനിയത്തിമാരെയും കുറിച്ച് ഓർത്തിട്ടാ ഞാനോ ചെയ്യാത്ത. പക്ഷേ നിങ്ങൾ ഈ കാശിനാക്രാന്തക്കാർക്കും അതിബുദ്ധിമാന്മാർക്കും മാത്രം ജീവിക്കാനുള്ളതാണോ ഭൂമിന്ന് നമുക്ക് നോക്കാം. അനുഭവിക്കും നിങ്ങള്. പോലെ ഡയലോഗ് പൊരിച്ചൂട്ടാ. സ്കൂളിൽ പഠിക്കുമ്പോഴേ പലരും പലവട്ടം എന്നോട് പറഞ്ഞ ഡയലോഗാണത്. കൈഡിങ് കിട്ടിയെന്ന് തോന്നണേ. പക്ഷെ ക്യാഷിന്റെ കാര്യത്തില് എനിക്കൊരു വിട്ടുവീഴ്ചയില്ല കേട്ടാ. അതിപ്പോ കെട്ടിയോളായാലും പെറ്റ തള്ളയായാലും കാശ് വരേണ്ട അടുത്ത് കാശാ വരണം. അല്ലാണ്ട് ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴും കാശാ കിട്ടിയ ഐ ലവ് ബ്യൂട്ടാ. എവിടെയാണിത്? അതെ, 3 ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തോട്ടാ. ഓ
ഒരു തണുത്തടിക്കുമ്പോഴേ മൊത്തം ഒരു മാറ്റാ വരും. ഹൈ ഒന്ന് ചിരിക്കിഷ്ടാ. ഇത് നമ്മുടെ വീടല്ല, ഹോട്ടലാണ്. ഇരിയടോ. ഹൈ ഇരിക്കടോ. മോനെ ജോജുവേ, ഓരോ അരിമണിന്റെ പുറത്തും അത് തിന്നേണ്ടവന്റെ പേര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് മഹാമാര് പറഞ്ഞിട്ടുള്ളത്. ഈ ധാന്യമണിന്റെ പുറത്ത് രണ്ടാമത്തെ പേര് റിനിന്നാന്ന് നീ അങ്ങ് സമാധാനിക്കടാ. ആ ആദ്യത്തെ പേര് ആ കുട്ടി ആദ്യം കിട്ടി ഉപേക്ഷിച്ചില്ലേ, മൂവാറ്റുപുഴക്കാരൻ, അവന്റെയാണ്. നിന്റെ പേര് അരിച്ചാക്കിന്റെ ഏരിയ പോലും വന്നിട്ടില്ല. തീൻ ആപ്പിൾ ജ്യൂസ്. നോ ചാർ തീൻ. പൊക്കോ പൊക്കോ. നീ ആ പെണ്ണിനെ മനസ്സിട്ട് കൂട്ടാതെ ജ്യൂസ് വരുമ്പോ കുടിക്കടാ. ഇവനൊരു ഫീലിങ്സ്. നീ എനിക്കായിരുന്നു, എനിക്ക് പറക്കാതെ പോയ എന്റെ ബ്രദറിന് ഒരേതള്ളമ്മ നിന്നെ കൊണ്ട് എന്റെ കൈ തരുമ്പോണ്ടില്ല. 17 വയസ്സുള്ള കുട്ടിയാണ് നീ. 17 20 വയസ്സ്. 3 വയസ്സൊക്കെ ഒരു ഡിഫറൻസ് ആണ് അല്ലേ? നീ ഇപ്പൊ എന്തൊട്ട് പറഞ്ഞാലും രണ്ടും കെട്ടുകാരി കൊണ്ട് അത് വേണ്ട. അങ്ങോട്ട് പോകുമ്പോൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടേന്. അതെന്റെ തെറ്റാണ്, എന്റെ പിഴയാണ്. ഹായ് അതൊക്കെ ഇങ്ങോട്ട് വന്നപ്പോ മാറ്റി പറഞ്ഞ് റിനിയേട്ടനെ സോൾവ് ആക്കിയില്ലേ. എല്ലാം സ്വന്തം നന്മയ്ക്ക് വേണ്ടിട്ടാ റിനിയേട്ടൻ ഇതൊക്കെ പറയണേ. ഇവന്റെ അത് പിന്നെ മനസ്സിലാവണ്ടേ? എനിക്കിപ്പോ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വിഷമൊന്നുമില്ല. പറയട്ടാ, ഇവനെ പറ്റി വല്ല ഫസ്റ്റ് സ്റ്റാൻഡ് ഉണ്ടോ നോക്കി. ഫസ്റ്റ് സ്റ്റാൻഡ് ആങ്കി ഒരു അടിപൊളി കുട്ടി മരത്താക്കരയുണ്ട്. ഇനിയിപ്പോ അതല്ല, നിനക്ക് യൂസ്ഡ് വേണോ നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മുടെ കോടാലൊരു റൈറ്റ് ഉണ്ട്. വേണ്ടതേ, നീ ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡിനെ പോയി കാണും. ഞാനും വരാന്ന്. അങ്ങനെ വരില്ല. ഒന്നാവൻ കഴിയേണ്ടു പോയ രണ്ടാത്മാക്കളെ നമ്മളെന്ന് എനിക്കിപ്പോ തോന്നണേ. എനിക്കും അത് തന്നെയാ തോന്നുന്നേ റിനിച്ചായ. ഞാനിപ്പോ എവിടെയാന്ന് പറയാൻ പറ്റുമോ? ഓഫീസിൽ. പിന്നെ വീട്ടിൽ അല്ല. പിന്നെ ചേറ്റുവ കായലെന്ന് കേട്ടിട്ടുണ്ട? അതിന്റെ കരിക്ക്. ഏയ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിരിക്കും. എനിക്ക് കൂടുതൽ സന്തോഷം വരുമ്പോഴും സങ്കടം തോന്നുമ്പോഴും. നമ്മള് കണ്ടുകിട്ടണവരെ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ജീവിതത്തില് ശരിക്കും സന്തോഷം തോന്നുക ഒറ്റയ്ക്കാവില്ല എന്നൊരു തോന്നില്ല. ഞാൻ ഓർക്കാണ്ട് ഈ അസ്തമയ സൂര്യനിലും ശാന്തമായ കാൽപ്പരപ്പിലും നോക്കി ഒരു നിമിഷം എന്നെ തന്നെ മറന്നുപോയി. ഇപ്പൊ ഇനിയും ചിലപ്പോ പോലീസുകാർ വരും, തിരിച്ചും മറിച്ചും ചോദിച്ച് അവര് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പിടുത്തം വിടരുത്. ദീപ്തി ധൈര്യമായിട്ട് പോയിക്കോ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു 5 പൊറോട്ടി ഒരു ചിക്കൻ ഫ്രൈ ഇങ്ങൊന്നും വേണ്ട. എങ്ങനെയാണ്? ഒരു പൊറോട്ടി ഒരു മുട്ട പുഴുങ്ങിയത്. മുട്ട വിരിഞ്ഞിട്ടാണ് കൊഴിയാവിന് അല്ലേ? എന്താ മലയാളി? അതെ, അത് കലക്കി. ചേട്ടാ, ഒരു 4 പൊറോട്ടയും 2 ചിക്കൻ ഫ്രൈ. നിനക്കാണ് ലോനപ്പം മുതലാളിയെ വിളിച്ചേ. പോലീസുകാരെ ലൗലിയുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അയാള് ദിവാരം വിളിക്കാരെന്ന് പറഞ്ഞു. പറഞ്ഞു ഓനക്കൊന്നും ചത്തില്ല. 15 ലക്ഷം ഒന്നായിട്ട് അടിച്ചില്ലേ കള്ള. അതൊരു ഷെയർ നിനക്കാണ്. അതെ, FD. ഇന്നലത്തെ സെറ്റപ്പ് ഉണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയി. നിങ്ങൾ ആ ലൗലിയിൽ ഒന്ന് വിളിച്ചൊരു താങ്ക്സ് പറഞ്ഞാല്. ഏയ് അതുകൊണ്ടാ, അവളുടെ മനസ്സുമായിട്ട് എങ്ങനെ കാശ് വെച്ച് നമ്മളെ കണ്ടും. ശരിയാ. കണ്ടോ, ഇന്ന് രാത്രിയോട് നമ്മളെ ലൗലിയുടെ പേജ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാണ്. മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. മദ്യം വേണ്ട, ബാറുകൾ വേണ്ട. ലഹരിയും വേണ്ട, മദ്യവും വേണ്ട. മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. അല്ല റിനിയേട്ടാ, ആ സുധീഷ് പർവത്താനിക്ക് കൊടുത്ത പൈസ റെഡി ആയില്ലേ? സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളും പൂട്ടും. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമെടുത്തു. ബാറുകൾ അതൊരു ഗിമ്മിക്കല്ല, ഇഷ്ട പൊളിറ്റിക്കലിലെ ഗിമ്മിക്ക്. ഒരു മാസത്തിനുള്ളില് സുധീർ സാറേ, കാശ് വാങ്ങിച്ചുള്ളത് നമ്മൾ എന്താ പറയാ? കോടതി പറയുന്നത് ആള് പറയാലത്. നമ്മക്കത് ശരിയാക്കാന്ന് ഞാനല്ല പറയണേ. സാറ് തന്നെയല്ലേ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ ഇവരോടൊക്കെ എന്ത് സമാനം പറയാനാ? ഹലോ 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 ഹലോ, ഇവിടെ റേഞ്ച് ഇല്ലെന്ന് ഞാൻ വിളിക്കാം. കാറിലാന്ന് തോന്നണേ, റേഞ്ച് കിട്ടുന്നില്ല. കാശ് കൊടുക്കാൻ നേരത്ത് ഞാനാ ചോദിച്ചപ്പോ റിനിയേട്ടൻ തൊട്ട് പറഞ്ഞേ നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന്. ഉറപ്പുണ്ട് ചേച്ചാ.
കോടതി ഓർഡർ വാങ്ങി തരാനല്ലേ അവര് പറയണേ. ഓർഡർ കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ബാറാ പൂട്ടും. എന്നെ പറഞ്ഞ കയ്യിൽ കാശ് മേടിച്ച കൊല്ലും ഞാൻ. നീ എന്തുട്ടി കാണിക്കണേ? കൊറേ നേരം തുടങ്ങിട്ട് അച്ഛൻ ബാറടപ്പിക്കുന്ന തുടപ്പിക്കുന്ന എന്റെ പണിയല്ല. ആ പർവ്വതാനി കാശുകൊണ്ട് നീ കണ്ടാലടാ. പിന്നെ പോയിട്ട് വേഗം വരിട്ടോ. നീ ഉറങ്ങിയില്ലേ? ദീപ്തി കിടന്നാ? ദീപ്തി അവളുടെ വീട്ടിലേക്കാ പോയി. ഹൈ, അവളെന്താ പറയണ്ട്? അവളെല്ലാം എന്നോട് പറഞ്ഞു. അവളെന്തിട്ട് പറഞ്ഞു? ഇനി ഒച്ച വെച്ച് അമ്മച്ചി റീജ അറിയിക്കണ്ട. പോകാൻ നേരം റോർപ്പൊടി തന്നിട്ടാ ദീപ്തി പോയെ. ദിവാകരനെ ആശുപത്രിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ പോലീസുകാരിലൊരാള് ഇച്ചായനാണെന്ന് അവൾ ചത്താലാരോടും പറയില്ലെന്ന്. അതിന്റെ പേരില് ഇനി പേടിക്കണ്ടെന്നു. ഇനി ഈ പേരും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞു. അങ്ങനൊന്നും ഉണ്ടായിണ്ടെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, അവൾക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. ഇനി ഞങ്ങൾക്ക് വേണ്ടി റിൻചയും ബുദ്ധിമുട്ടുണ്ട. അമ്പലുകാരെ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്ക് ഇന്നുറപ്പിച്ച കല്യാണം നടക്കില്ല. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടുവരുന്ന കാശുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. ഞാൻ റിൻചിന്റെ കാല് പിടിച്ചൊരു കാര്യം പറയാം. കർത്താവിനെ വിചാരിച്ച് പോലീസുകാരെ വീട്ടിൽ കയറ്റരുത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ അമ്മച്ചിയും 2 കൂടെപ്പിറപ്പുകളും പിന്നെ ജീവനോട് ഉണ്ടാവില്ല. റിനേട്ടാ, നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ നിങ്ങളെപ്പരം നമുക്ക് ദീപ്തി ചേച്ചിന്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുവരാം. കൂട്ടിക്കൊണ്ടുവരാല്ലേ? ആ, എന്നിട്ട് നീ കിട്ടോ? മുട്ടുകാല കേട്ടി ഞാൻ. ആ പിശാച് എങ്ങനെ തലേന്ന് ഒഴിഞ്ഞു പോലെ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ഇനി ഇത് വെച്ച് ഞാൻ കളിക്കണ ഒരു കളി നീ കണ്ടടാ. വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ. മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല. ഹലോ, എന്തിട്ടടാ ഇപ്പൊ ആദ്യ രാത്രിക്ക്? ഒരു അർജന്റ് കാര്യമുണ്ട്. ഞാൻ അവിടെ പുറത്തേക്ക് സാറിന് വേഗം വരുമോ? ഞാൻ അവളെ എല്ലാം പറഞ്ഞ് സ്നേഹിച്ചു തുടങ്ങിയതാ സാറേ. നീ ഇപ്പൊ ആരുടെ മറ്റുള്ളവരുടെ വർത്താന പറയണേ? ദീപ്തിയുടെ. അവളെനിക്ക് ജീവനായിരുന്നു. അവളെനിക്ക് ഭാര്യ മാത്രമായിരുന്നില്ല സാറേ, എന്റെ അപ്പനും കൂടിയായിരുന്നു. അവളൊപ്പം ഉണ്ടായിരുന്ന ഈ 3 മാസക്കാല ഞാൻ സന്തോഷം തുട്ടാന്നറിഞ്ഞു, ജീവിതം തുട്ടാന്നറിഞ്ഞു. എന്നിട്ട് അങ്ങനെയൊന്നല്ലല്ലോ നീ നേരത്തെ എന്നോട് പറഞ്ഞത്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയണേ? ഒക്കെ ഞാൻ എന്റെ നെഞ്ചത്ത് അടക്കി വെച്ചിരിക്കുന്നു. എന്താ ചെയ്യാ, സ്നേഹം പുറത്തു കാണിക്കാൻ പറ്റാത്ത ഒരാളായി പോയില്ലേ ഞാൻ. അവളില്ലാത്ത വീട്ടിലേക്ക് ഞാൻ പോവില്ല സാറേ, എനിക്ക് പോവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവളെ എവിടെ പോയാലും ഞാൻ അവളെ പിടിച്ചുകൊണ്ടു നിന്റെ കൈ തരും. അത് വേണ്ട. ഇനി ഈ കാര്യം മറ്റാരെങ്കിലും അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ അവളെല്ലാം പോലീസിനോട് പറയുന്നുണ്ടോ? സാറിനെ ലോക്കപ്പിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വിധിയാണ്, ഞാൻ സഹിച്ചോണ്ട്. നീ ഒറ്റയ്ക്കാ? തൽക്കാലം ഒറ്റയ്ക്ക്. ദിവാകരൻ വിളിക്കാറുണ്ടെന്ന് ലവലി പോലീസുകാരോട് പറഞ്ഞതോടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് കരുതിയിട്ട് ഞാൻ അനാഥാലയത്തിലേക്ക് 2 ചാക്ക് അരി കൊടുത്തു. അതെ, ആ കാശും പോയി. നാട്ടുകാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ചാൾ മാറിക്കണല്ലേ നല്ല മുതലാളി. നാട്ടുകാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? ആ കാര്യമില്ല, ദീപ്തിനെ ഉപേക്ഷിച്ച കാര്യേ. ദിവാറിന്റെ കാര്യം എന്റെ കൊക്കിന് ജീവനുള്ളിടത്തുള്ള ആരും അറിയില്ല. അല്ലെങ്കിൽ ഇനി മരിക്കണം. ഞാൻ ആറാട്ടുപുഴ അമ്പലൂരോ ചെറിയൊരു ജ്വല്ലറി ആയിട്ട് അങ്ങനെ മാറിയാലും ആലോചിക്കുക. വെറുതെ നാട്ടുകാരുടെ ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ വിറ്റും പെറുക്കിയും ഒരു പീടിമുറി ഒപ്പിച്ചോണ്ട് സാർ എനിക്കൊരു 15 കിലോ സ്വർണ്ണം ഏർപ്പാടേക്ക് തന്നാ മതിയായിരുന്നു. 15 കിലോ? ഇതെന്താ പശു ഇറച്ചിയാ? തൽക്കാലം 10,000 മതി. ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോണ്ട്. ഈ മൊബൈലിന് ഇപ്പൊ എന്ത് വില ഉണ്ടാവും? 6,500 രൂപ. ഇതല്ല ഇത്.
പരസ്യാണ്. ഞങ്ങളിത് ഹോട്ടൽ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യാ. സിനിമാ നടി മനോമി. ഇതെന്തൊരു സാധനത്? ദുബായി എന്നുള്ള വരവാ. ഇവളുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പൊ എത്രയുള്ള സ്വർണ്ണം ഉണ്ടാവുന്നറിയോ? ഇതൊക്കെ സെയ്തിന്റെ സ്വർണ്ണക്കടത്തുകാരാണ്. ഇവളുടെ ബോഡി മാത്രം 2 സ്വർണ്ണപ്പിടി ഉറങ്ങാം. ബോഡി എന്ന് പറഞ്ഞ അവളുടെ ബോഡിയിലെ സ്വർണം. ഞാൻ വിചാരിച്ചു ഉമ്മാരി ബോഡി കണ്ടപ്പോ നിങ്ങൾ ബിസിനസ് മാറ്റി. പോറച്ചേറ്റി അവിടെ. ഹായ് ലോനപ്പൻ സാർ. ഉഷാറായിരിക്കണ്. അപ്പൊ നിങ്ങൾ എവിടെയാണ് ജൂവലറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ആമ്പല്ലൂർ അല്ലെങ്കിൽ ആറാട്ടുപുഴയിട്ട്. അവിടെ രണ്ടിടത്ത് നമ്മൾ ഗോൾഡ് കൊടുക്കണ്ടല്ല. ഓർക്ക് നല്ല ബിസിനസ് നടക്കണ്ട്. ഇനി പുതിയൊരു ജ്വല്ലറിക്ക് സ്കോപ്പ് ഉണ്ടോ അവിടെ? അല്ല, അവിടെ എനിക്ക് അത്യാവശ്യം കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഒന്ന് തുടങ്ങി കിട്ടിയ ഞാൻ പിക്കപ്പ് എടുത്തോണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ, ഞാൻ മാക്സിമം പൊന്തിച്ചു കൊണ്ടുവന്നോളൂ. നീ എന്ത് പൊന്തിക്കാനാ? നീ ആകെ എത്രയല്ലേ ഉള്ളൂ? സാറ് പറഞ്ഞ്. എന്നാൽ ഈ 10 കിലോ സ്വർണം എന്നൊക്കെ പറഞ്ഞാല് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ നമുക്ക് നമ്മുടെ പാർട്ട്നേഴ്സിനെ കാണിക്കാനെങ്കിലും? നീ ആ സ്ഥലത്തിന്റെ ആധാരം കൊടുത്തേ. എന്റെ ആധാരം സെയ്തിന്റെ കയ്യിലിരിക്കണേ. അല്ല, എനിക്ക് സ്ഥലമായിട്ട് താനാഴ്ച ആധാരം കൊടുക്കുക. വെറുതെ കിടക്കല്ലേ? എന്റെ ഒരു 20 സെന്റ് ഉണ്ട്. അത് ഇരിക്കാനും കൂടെ അത്യാവശ്യം വില കിട്ടുന്ന സ്ഥലത്താ. ഓക്കെ, പക്ഷേ കമ്പനിയുടെ പേരിൽ എഴുതി തരേണ്ടി വരും. നല്ല കളക്ഷൻസ്. മൊത്തം സിംഗപ്പൂർ കളക്ഷന്. അല്ല, കാലത്തും വൈകിട്ട് എനിക്ക് തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടി വെച്ചാ. എന്നാ ആ ഫോട്ടോയിൽ കാണുന്ന എന്റെ മൂക്കിൽ ഇതിരി പഞ്ഞു വെക്കടാ. അത് ശരിയാണല്ലോ. ജോജോ, ആരണ്ട് ഈ ഫോട്ടോയിൽ മാലയിടാൻ പറഞ്ഞേ? പ്രീനിയേട്ടൻ പറഞ്ഞിട്ട്. ദൈവത്തിന്റെ ഫോട്ടോ അല്ലേ മാലയിടാൻ പറഞ്ഞേ? നിങ്ങളല്ലേ പറഞ്ഞ ലോനപ്പം മുതലാളി ഞങ്ങൾ ദൈവം. അതുകൊണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ സാരില്ല. ലേശം പൂ ബാക്കിയുണ്ടെങ്കിൽ യേശുവിന് ഇട. പാവില്ലേ? അതെ, അറേഞ്ച്മെന്റ് ഒക്കെ ജോറായി. താങ്ക്സ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കൂടെ നിൽക്കണ ഒരു നല്ലവനെയും വിശ്വസിക്കരുത്. കൂടുതൽ സ്നേഹവും വിശ്വാസവും കാണിക്കുന്നവനാണ് ഏറ്റവും വലിയ കള്ളൻ. ആ ടൈപ്പ് ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെ മനസ്സിലാവത്? ഇതുപോലൊരു സ്വർണ്ണപ്പീടിയ അവര് വേറെ തുടങ്ങുമ്പോഴാ നീ അറിയാം. ഇപ്പൊ നിനക്ക് മനസ്സിലായ? നിന്നെ നോക്കിനെന്തിനാ? ഞാൻ കോട്ടയം സാംകുട്ടി, കേരള ജനാധിപത്യ കോൺഗ്രസ് എസ് ഗ്രൂപ്പിന്റെ സംസ്ഥാന പ്രസിഡന്റാ. എസ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സാംകുട്ടി ഗ്രൂപ്പ്. ഗഡി സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പാണെന്ന്. അതെ, എനിക്ക് ഈ അളിഞ്ഞ പൊളിറ്റിക്സിൽ തീരെ താല്പര്യം. എന്നാ വേണ്ട, ആ ക്രാവിനെ ഇങ്ങോട്ട് വിളിക്കുന്നേ. നാണിക്കാതെങ്കിൽ പോര്. അങ്ങോട്ട് കൊടുക്കുമോളെ. കണ്ണ് പുറത്തേക്ക് പോരരുതിട്ടാ. എന്തായി? റിനിയെ കണ്ടോ? ആ ബ്രോക്കർ സ്വർണത്തിന്റെ കാര്യം സംസാരിക്കാൻ അകത്തോട്ട് പോയിരിക്കുക. റിനിയോട്ടോയ്. ഹായ്, ഇത് എന്തുട്ടിത്? മോന്തമ്മ കടന്നിലൂത്തിയ ഫേസ് പാക്കാണ്. ഹായ്, അപ്പൊ മോറ് മാത്രം അങ്ങോട്ട് വെളുപ്പിക്കാനാ പരിപാടിയല്ലേ? എന്തായി പറഞ്ഞേട്ടാ? വക്കീല് വരില്ലാട്ടാ. ഒരു അർജന്റ് കേസായിട്ട് കുന്നംകുളത്താ പോയിരിക്കാണേ. താഴെ ഭാര്യ മോനും വന്നിട്ടുണ്ടേ. ടേംസ്? ഒരു 50 പവൻ അവര് പർച്ചേസ് ചെയ്യും. ഒരു 150 പവനാ ഇടാൻ കൊടുക്കണം. അതിന്റെ ഇടയിൽ ഒരു പ്രശ്നം ഇരിക്കുന്ന റിനിയോട്ടോയ്. ഈ പർച്ചേസ് ചെയ്യുന്ന 50 പവൻ ക്രെഡിറ്റ് ആണ്. വെറും 2 മാസത്തെ അവധി. 150 പവൻ ഇടാൻ കൊടുക്കണോണ്ട് വാങ്ങണം 50 ക്രെഡിറ്റാ. എന്നിട്ട് പറഞ്ഞേ ഈ പെണ്ണിന്റെ ഷെയർ 3 ഏക്കർ ഒരു കേസ് ഇപ്പിട്ട് കിടക്കാണ്. കേസ് ജയിക്കുന്ന കാര്യം വക്കീല ഉറപ്പാ തന്നിട്ടുണ്ട്. ഒന്നും കാണാതെ വക്കീൽ ഇതിന് ഇറങ്ങില്ലല്ലോ. എന്റെ റിനിയേട്ട കേസാ ജയിച്ചാ കൊടുക്കണ 50 പവന് റിനിയേട്ടൻ പറയണ വിലയാണ്. അങ്ങനെയാണെങ്കിൽ സെറ്റിൽ ചെയ്യുമ്പോ പവനൊരു 3000 റുപ്യ വെച്ച് കൂട്ടി തരാൻ പറ. 3000 എങ്കിൽ 3000 കാര്യം നടക്കണ്ടായോ? എന്നാലും റിനി സമ്മതിച്ചല്ലേ? ഒന്നുമില്ലെങ്കിൽ ആളുടെ പെങ്ങൾ കിടാവിനല്ലേ ആദ്യം നമ്മൾ പ്രപ്പോസ് ചെയ്തേ. വേറെ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കുമായിരുന്ന? അതെ, അയാൾ ആ പെങ്ങളോടുള്ള വൈരാഗ്യത്തില വറിയത് വഴി പ്രപ്പോസൽ നമ്മുടെ അടുത്തേക്ക് വിട്ടത്. കുടുംബക്കാരൊക്കെ ആയിട്ട് തെറ്റി ഇപ്പൊ പുറത്താ താമസം. ഒറ്റാന്തടിയായിട്ടേ. സോറിട്ടാ, ലേശം ലേറ്റ് ആയി. വന്നിട്ട് കുറെ നേരമായ? സാരില്ല. എന്നുവെച്ചാ
കാത്തിരിക്കാൻ തയ്യാറായിരുന്നു എന്നർത്ഥം. ആ, ഈ പല വിവാഹ ബന്ധങ്ങളും കുഴപ്പത്തിലാവണതേ അവർക്കിടയിൽ മൂന്നാമതൊരാൾ ഇടപെടാനില്ലാണ്ട് വരുമ്പോഴാണ്. നമ്മളിപ്പോ സെപ്പറേറ്റ് ആയിട്ടൊരു 6 മാസം ഉണ്ടാവില്ലേ? ഒരു 6 കൊല്ലത്തെ ഗ്യാപ്പാട്ടാ എനിക്ക് ഫീൽ ചെയ്യണേ. ഞാനിപ്പോ എന്തുട്ടാ അച്ഛനോട് പറയേണ്ടത്? ഇത്തിയെ ദൈവമായിട്ട് ഒന്നിപ്പിച്ചവരെ മനുഷ്യരായിട്ട് വേർപിരിക്കാൻ പാടില്ലെന്നല്ലോ ബൈബിളിൽ പറയണത്. ബൈബിള് വായിക്കാറുണ്ട? ഉണ്ട്. ഞാൻ വായിക്കാറില്ല. ഏതോ പാടത്തിലേട്ട ഡയലോഗ് പറഞ്ഞാണ്. എന്നാ അച്ഛനെ കണ്ടാലോ? ശരി, വരട്ടെ. വരൂ. ഹൈ, എല്ലാവരും ഉണ്ടല്ലോ. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. നിങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാണുമല്ലോ. ഉവച്ചോ, ഇപ്പൊ പാരന്റ്സ് ആയിട്ട് മൊത്തം സംസാരിക്കുന്ന കാര്യമല്ലോ. സഭയുടെ കെട്ടുറപ്പും അഭിവൃദ്ധിയും കുടുംബങ്ങളുടെ ഐക്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഐക്യവ്യക്തി മഹാബലം എന്നാണല്ലോ. നിനക്കേതാണ്ട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതാദ്യം ചോദിക്കേ. എനിക്ക് പറയാനുള്ളത് അപ്പച്ചനോടാണ്. വിത്ത് യുവർ പെർമിഷൻ. നമ്മുടെ കല്യാണം നടക്കുന്ന സമയത്തെ എന്റെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ മോശമായിരുന്നു എന്ന് പറയാം. പക്ഷെ മണി സ്റ്റാറ്റസിൽ നിങ്ങൾ മാട്ടമേക്കാര്, നിങ്ങൾ പറപ്പുള്ളിക്കാര് ഫാർ ബെറ്റർ ആണ്. എന്നിട്ട് സ്ത്രീധനത്തിന്റെ കാര്യത്തിലോ അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ തോളുമ്മ കൈയിട്ട് നിൽക്കുന്ന കടുവില്ലേ, അത് ഒറിജിനല്ല. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്ന നീ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി. എന്തായാലും സാറേ, ഞാൻ അങ്ങോട്ട് സ്കൂട്ടാവുക. സാറിന്റെ തടിക്ക് കേട് പറ്റാത്ത എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. പാവം നിക്കണ നിൽപ്പ് കണ്ട അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. അല്ല, ഞാൻ അങ്ങനെ ഒരു അണ്ണാനെ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. എന്താ ചെയ്യ, പാവം അണ്ണാൻ. സാറ് ഒരു മിനിറ്റ്. ഈ 2 ഉറുപ്പ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയോ സാറിന്? എന്റെ അപ്പന്റെ പൊടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കയറ്റിയപ്പോ പോക്കറ്റിൽ കിടന്ന പുള്ളിയുടെ അവസാനത്തെ സമ്പാദ്യത്. ഇതിങ്ങനെ നെഞ്ചത്തൊട്ടിച്ചിട്ട് ഈ അഭ്യാസം മുഴുവൻ കാണിച്ചിട്ടല്ലേ? ഇതൊരു ധൈര്യം സാറേ. പിന്നെ എസ് ഐ സാറേ, ഇൻ കേസ് ഇപ്പൊ അകത്ത് പോയാ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല കേട്ടാ. സാറ് വടക്കഞ്ചേരി ഇരിങ്ങാലക്കുടിക്ക് ട്രാൻസ്ഫർ അടിച്ചത് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ ഉണ്ടാക്കാനൊന്നല്ലോ. ദിവാരന്റെ കൊലക്കേസ് ഹാൻഡിൽ ചെയ്യാനും ഈ ലോനപ്പന്റെ ഫൈനാൻസ് കളക്ട് ചെയ്യാനല്ലേ അല്ലേ? എന്താ അറിയ നീ ഇമാരി വർത്താനം പറയണത്? ഞാൻ ഇക്കാര്യത്തിൽ ഹെൽപ്ലെസ് ആണ്, അത് നീ മനസ്സിലാക്ക്. അതോടെ കിട്ടെ. പിന്നെ എന്റെ 350 പവൻ കൊണ്ടുപോയി ചെറ്റയുടെ കാര്യം അത് സാറ് വിട്ടേക്കേ, അത് ഞാൻ നോക്കിക്കൊണ്ട്. പിന്നെ ലോനപ്പൻ സാറേ, സേത് ഇമ്മടെ മാട്ടുമ്മ ജ്വല്ലറി നാളെ പൂട്ടിയ മറ്റന്നാ ടിയാന ജ്വല്ലറി ഇനി പൂട്ടിക്കൂട്ടാ. നമുക്ക് ഒരുമിച്ച് ജയിലിൽ പോയിട്ട് ചെസ് കളിക്കാം സാറേ. പിന്നെ ഇന്ന് ഗെയിം പറഞ്ഞുതരാൻ ഈ സാർ പോരട്ടെ എന്ന് പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വിട്ടാലോ? ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ കണ്ടുട്ടാ അണ്ടി പോയാന്ന് എന്തുട്ടാന്ന്. ശരിയെന്നാ. മോളിക്കുട്ടി, മോളിക്കുട്ടി ഇപ്പൊ എവിടെയാ? ഞാൻ ഇവിടെ ഒരു ധ്യാന കേന്ദ്രത്തിലാ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. ഞാൻ ഓർത്തു നീ എന്താണ് ഭക്തി ചാനൽ വെച്ചതെന്ന്. ആ ബ്രോക്കറെ വിളിച്ചായിരുന്നു. രാത്രി അറിയണി കാശ് കടം ചോദിച്ചു വിളിക്കുമെന്ന് പറഞ്ഞ്. ആളുടായ്പാണെങ്കിലും ആ ബ്രോക്കർ നല്ല സ്നേഹമുള്ളവനാ അല്ലേ? യു ഹാവ് എ ഡ്രിങ്ക്? വേണ്ട ചേട്ടായി. ഞാൻ ആ കാര്യം മറന്നു. മോളിക്കുട്ടി മരത്താക്കറിൽ 7 ദിവസം ധ്യാനത്തിന് പോകുന്ന കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. എന്റെ പറയുന്നത് എന്തുട്ടി പറയണേ? പച്ചപ്പാതിരിക്ക് എവിടെ ധ്യാനം? അല്ല, അത് അവിടെ വത്തിക്കാനിലും മാർപ്പാപ്പാരോ കൂർക്കം വിളിച്ചിട്ടുണ്ടാവില്ലേ? അല്ല, എന്നാലും സമയമൊക്കെ. നമുക്ക് 2 മസാല ഓംലെറ്റ് കഴിച്ചാലോ? പാതിരാത്രിക്കോ? ചാക്കുണിയുടെ ടോപ്പല്ലേ? വേണ്ടെന്നേ, വേസ്പില്ലാന്ന്. 2 ഓംലെറ്റ് മസാല. കുരുമുളക് നന്നായിട്ടോ. ആയിക്കോട്ടെ. അതെ റിനിയേട്ടാ, നമുക്ക് ആ ജോജുവിനെ ഒന്ന് തപ്പി പിടിക്കണ്ടേ? പോയി രക്ഷപ്പെട്ടേട്ടാ, നമ്മുടെ ചെക്കനല്ലേ? അല്ല പറയേട്ടാ, ആകെ മൊത്തം എത്ര പെർസെന്റേജ് ഉണ്ടാവും? ആർക്ക്? അത് വീട്
മോളിക്കുട്ടിയുടെ മരത്താക്കര ധ്യാനം തൊട്ട് എനിക്ക് സ്മെല്ലടിക്കാൻ തുടങ്ങിയതാ. അവനിപ്പോ എവിടെ പറഞ്ഞിട്ടാ? എന്റെ പാവറട്ടി ഹൗസ് പിതാവാണ് എനിക്കൊന്നും അറിയില്ലട്ടാ. തന്തയുടെ പ്രായമുണ്ട് ഞാൻ പെടക്കില്ലേട്ടാ. പറയാൻ എന്താടാ ജോജു, അന്റെ പേടി തരം മാറിയിട്ടില്ല? ഒന്നുമില്ല, എൻ്റെ കൂടെ ഉള്ളൊരു പോലീസുകാരനല്ലേ. ആ ചായ എത്തിയല്ലോ. തിരക്ക് പിടിച്ച് ഓട്ടപ്പാച്ചിനിടെ ഇന്നലെ ശരിക്കും ഒന്ന് പരിചയപ്പെടാൻ പറ്റില്ല. എന്നെ കുറിച്ച് അവനെല്ലാം പറഞ്ഞു കാണുമല്ലോ. കുറച്ചൊക്കെ പറഞ്ഞു. ഈ യൂണിഫോം ഇട്ട് നിൽക്കുന്ന സുരേന്ദ്രൻ ലൈഫ് ഇരവഴിഞ്ഞപ്പോഴെന്ന് കരകയറ്റി രക്ഷപ്പെടുത്തിയത് ആരാ? എന്റെ ഈ ചങ്ങായിയാ. ചങ്ങായി ഒന്നും പറയണ്ട. അറിയട്ടടാ, നിന്റെ സാഹസികത നിന്റെ പെണ്ണറിയണം. ഇല്ലെങ്കിൽ പുഴവെള്ളം കുടിച്ച് മയ്യത്താവില്ലായിരുന്നു ഈ സുരേന്ദ്രൻ. മുക്കം പൂക്കോയത്തങ്ങൾ മെമ്മോറിയൽ സ്കൂളിൽ നിന്ന് യൂത്ത് വേഷ കാണാൻ പോയതാ. 5ാം ക്ലാസ് പഠിക്കുമ്പോ. 6ാം ക്ലാസ്സിൽ. സോറിടാ, കറക്റ്റാ, 6ാം ക്ലാസ്സിലാ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരവഴിഞ്ഞിപ്പുഴ കുളിക്കാനറിയും. ഞാനാണെങ്കിൽ ഒരു ചുഴിപ്പെട്ടു. ഓർമ്മിപ്പിക്കല്ലേ. കണ്ണൂറും നോക്കുമ്പോ എന്റെ ഈ ചങ്ങായിയുടെ തോളത്ത് എന്നെയും തോളിലിട്ട് 2 കിലോമീറ്റർ പെങ്ങളെ. 3 കിലോമീറ്റർ പിന്നെ തെറ്റിക്കല്ലേ. സോറിടാ, 3 കിലോമീറ്റർ ഈ പഹയ നീന്തിയതേ. അങ്ങനെയുള്ള ഈ ചെങ്ങായിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ പെങ്ങളെ? മനുഷ്യനാണോ? സങ്കടം. പ്രഷർ കൂട്ടല്ലേ. നീ ഇത്തിരി സമയം കൂടി തന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അടച്ചുറപ്പുള്ള വീട് ഞാൻ തരപ്പെടുത്തുമായിരുന്നു. ഇത് ഫോൺ വരുന്നത് 5 മണിക്ക്, നിങ്ങൾ വന്ന് ഇറങ്ങുന്നതോ 9 മണിക്ക്. നിനക്ക് 2 ദിവസം മുമ്പ് വിളിച്ച് പറയായിരുന്നു. അതിന് ഞങ്ങൾ ഒളിച്ചോടാൻ ഒരുമിച്ച് ജീവിക്കാനൊക്കെ തീരുമാനിച്ച ഇന്നലെ ഉച്ചയ്ക്ക് ശേഷല്ലേ. അതായത് ഇവിടെ കല്യാണത്തിന് തലേന്ന്. ഓ അങ്ങനെയാണല്ലേ. എന്നേനെ ഇറങ്ങിയാലോ മങ്ങളെ, എനിക്ക് ഡ്യൂട്ടി കയറേണ്ടതാ. ശരി. അന്ന് അങ്ങനെ നല്ല കാണാൻ. ആടാ ജോജുവേ, ആ പിന്നാമ്പുറത്ത് കഥനത്ര അടച്ചുറപ്പ് പോരാ. ദൂരത്തുനിന്നൊരു തോണിക്കാരൻ തുഴഞ്ഞു വരുന്ന എനിക്ക് കാണാം. എന്താ അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഒരു പട്ടി വെള്ളത്തിൽ ചാടിയതാ. ഞാൻ വിളിക്കാട്ടാ. എന്തൂട്ടോ? അല്ല, തോണി വരുന്ന ശബ്ദേ. ഇങ്ങനെ തോണി വരും മാപ്പിളെ? ഹൈ, ഇത് പഴയ പങ്കല്ലേ, ഈ ശബ്ദേ കാണൂ. എന്തിനിപ്പ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? നമ്മുടെ തോണിക്കാരന്റെ ഭാര്യയും മോനും താഴെ സ്വർണ്ണം എടുക്കാൻ വന്നിട്ടുണ്ടേ. ആര്? അല്ല, നമ്മുടെ അഡ്വക്കറ്റിന്റെ ഭാര്യയും മോനും താഴെ സ്വർണ്ണം എടുക്കാൻ വന്നിട്ടുണ്ടെന്ന്. ഈ ഒലിപ്പിക്കലാ നിർത്തിയെങ്കിൽ അവിടം വരെ ഒന്ന് പോവായിരുന്നേ. ഹായ്, ഒന്നിങ്ങോട്ട് വായോ. നന്നായിട്ടുണ്ട്. താങ്ക് യു. ബിനോയ്, ഈ മാല എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വെഡ്ഡിങ് ഇത് മതിയൊന്നു നോക്കിയേ. ഇത് കൊള്ളാം. സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഒക്കെ ലേറ്റസ്റ്റ് കളക്ഷൻ. റിനേട്ടാ, ഇത് നമ്മുടെ സാംകുട്ടി സാറ്, നമ്മുടെ അനിതമോടെ ഫാദർ. ഞാൻ സാംകുട്ടി ചായൻ, കോട്ടയംകാരനാ. ആ, എങ്ങനെയുണ്ട്? മോക്ക് ഇഷ്ടായ? പണിക്കൂലിയൊന്നും നോക്കണ്ടാ, കാണിച്ചു കൊടുക്കടാ നമ്മുടെ കുട്ടിയെ. സാറേ ഒന്നേക്കുന്നേ, നമ്മുടെ മാപ്രാടത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്നായിരുന്നല്ലോ. ആളൊരു പൊളിറ്റീഷ്യനാണേ. സാങ്കുട്ടി. അതന്നെ. എന്തുട്ടാ പറ്റിയേ? അറ്റാക്കണേ. അതെയോ? ആളുടെ മോളുടെ കല്യാണം നാളെയാണേ. അതെനിക്കറിയാലോ, ഇയാളെ ബാക്കി പറ. അത് തനിക്കറിയാന്ന് എനിക്കറിയോ. അത് കറക്റ്റാണല്ലോ. എന്നിട്ട് ആളുടെ കിടാവ് കല്യാണത്തിന് വെച്ച സ്വർണ്ണം അടിച്ചോണ്ട് കാമുകനോട് ഒറ്റ പുക പോയേ. എന്റെ ഇനി ആൾക്കാർ മൊത്തം എങ്ങനെ നോക്കും? ഞാൻ എന്റെ കുടുംബം ചതിച്ചില്ലേ? അതിന്റെ മോള് ആരുടെ മൊത്തം നോക്കണ്ടോ? ഒന്ന് വണ്ടി എന്റെ സ്വർണത്തിന്റെ കാശായിട്ട് ജ്വല്ലറിയിലേക്ക് വാ. അപ്പൊ തരേ പണയത്തിന് അവൾ ഓടിപ്പോയി. അങ്ങനെ എന്ത് ചെയ്ത്
ഒരു വക്കീലിനെ താൻ പിടിച്ചോണ്ട് ഓർത്തോളണം. മിണ്ടായിരിക്കണം. കട പൂട്ടിട്ട് ജോജു ഇങ്ങടെ പോയേ? ജോസ് സാറ് സാറിന് തരായിട്ടൊരു ലെറ്റർ തന്നിരുന്നേ. 8 മണി കഴിഞ്ഞേ തരാമെന്ന് പ്രത്യേകം പറഞ്ഞതാ. പ്രിയപ്പെട്ട റിനിയേട്ടനെ, റിനിയേട്ടൻ പലപ്പോഴും പറയല്ലേ ജീവിതത്തിൽ ഒരു ടാർഗറ്റ് വേണം, എയിം വേണം എന്നൊക്കെ. ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു എയിമുണ്ട് റിനിയേട്ടൻ. ഞാനും അനിതയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 3 ദിവസത്തെ പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. എന്നാലും സ്വർണത്തിനും പണത്തിനും ആക്രാന്തം കാണിക്കുന്ന വക്കീലിൻ്റെ മോനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഞാനാണെന്ന് നമുക്ക് തോന്നി. അനിതയ്ക്ക് കൊടുത്ത് 200 പവനും പിന്നെ നമ്മളെ സ്റ്റോറിൽ നിന്ന് ഒരു 150 പവനും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൈസ എൻ്റെ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് റിനിയേട്ടൻ കുറച്ചാൽ മതി. ബാക്കി പൈസ ഈ ചൂടൊന്ന് മാറിയിട്ട് ഞാൻ വന്ന് വാങ്ങിക്കോളാം. ഞാൻ ഇല്ലാത്തതുകൊണ്ട് റിനിയേട്ടൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്കറിയാം. കുറച്ച് ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. റിനിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റിനിയേട്ടൻ്റെ പ്രിയപ്പെട്ട ജോജു. ഇത്രയും രൂപയുടെ സ്വർണ്ണമൊക്കെ കടം കൊടുക്കാന്ന് പറഞ്ഞ കടം കൊടുത്തതല്ല സാറേ, സാർ ഇവന്റെ ജുവലറിന്ന് 50 പവൻ സ്വർണ്ണ കല്യാണാവശ്യത്തിനെന്നും പറഞ്ഞെടുത്തു വിചാരിക്കാം. പന്തലിടാൻ പെണ്ണിന് 100 പവൻ തരും. കല്യാണം കഴിഞ്ഞ് വൈകിട്ട് 50 പവൻ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വർണം വാങ്ങിക്കുന്നതിന് എന്താ ഗുണം? 100 പവൻ കൊടുത്ത് കല്യാണം നടത്തിയെന്ന് നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? അല്പന്മാരുടെ ഒരു കലാപരിപാടിയാണ് സാറേ. സ്വർണം കൊണ്ടുവരിക്കുന്ന ഒരു പെണ്ണ തൊട്ടാ പ്രശ്നമാ അല്ലേ സാറേ? പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന ഒഫൻസ് ആണെന്ന് അറിയില്ലേ? ശവത്തി കുത്തല്ലേ സാറേ? മക ഉത്തരത്തിൽ തൂങ്ങാൻ നിൽക്കുക. ഞാൻ അവനെ എന്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ശരി സാറേ, എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. 350 പവനൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്റെ അടിത്തറ നിങ്ങളുടെ കേസാണ്. സാർ ഏത് വഴിക്കെങ്കിലും എന്നെ സഹായിക്കേണ്ട സമയമാണ്. എന്തുട്ട് വർത്താനം നീ പറയണേ? നിന്റെ ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് 350 പവൻ എന്ന് പറഞ്ഞ നിസ്സാരല്ലേ? മാട്ടുമൽ ജുവലറി എന്ന് പറഞ്ഞ എന്തുട്ടാ? ഒരു ഷോടെ പുറത്ത് നിൽക്കണല്ലേ സാറേ? എന്റെ മൂലധനം എത്രയാന്ന് സാറിന് അറിയാവുന്നല്ലേ? 1 ഗ്രാം സ്വർണത്തിന് 100 പവന്റെ വില ഇപ്പൊ എനിക്ക്. ഇത് മിസ്സായ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല സാറേ. മുതല് നഷ്ടപ്പെടുന്നവന്റെ ദണ്ണം ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നീ ബേജാറാവണ്ട. ഞാൻ സെയ്തുവിനെ വിളിച്ചൊന്ന് സംസാരിക്കാം. അവന്റെ കാര്യത്തിലല്ലേ നിനക്ക് ടെൻഷൻ? അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്തിപ്പോ സാറേ? കൊണ്ടുപോയി സെയ്തു. 350 പവനും കൊണ്ട് അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ കുള്ളനും ആ പെണ്ണും കൂടി മുങ്ങി. പൂട്ടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. സെയ്തു, നിനക്ക് അവൻ ടോട്ടൽ എത്ര രൂപ തരാനുള്ളത്? 1.5 കോടിയോളം വരും സാറേ. കേട്ടിട്ട് കൊതിയാവണു സെയ്തേ. ഇതൊരു സ്വയംഭം ചാൻസ് ആണ് അവനെ പിടിക്കാൻ. നീ പൂട്ടിക്കണം അവന്റെ കടുവ തേങ്ങ. പാവം റിനിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നമ്മൾ ഓരോ തെണ്ടികളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു. തന്തയില്ലാത്തവന്മാര് പിന്നീന്ന് കഴുത്തറുത്ത് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ജോജുവിന്റെ കാര്യം. ജോജു റിനിയോ ഇവിടെ അടുത്തുണ്ട്. പിന്നെ സെയ്തേ, ഞാൻ പറഞ്ഞത് മറക്കല്ലേ. മനസ്സറിഞ്ഞ് അവനെ സഹായിക്കേണ്ട നേരാ. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടില്ല അവനെ ഹെൽപ്പ് ചെയ്യാൻ. കൊടുക്കാം. സംസാരിക്കേ. ലോനപ്പ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ പാർട്ട്നേഴ്സ് ആകെ ഇടങ്ങേറായിക്കാണ്. ബാലൻസ് തരാനുള്ള 1.5 CR തിരിച്ചു തന്നില്ലെങ്കിൽ ഷോറൂമിലെ മുഴുവൻ ഗോൾഡും തിരിച്ചെടുക്കുന്ന ഓര് പറഞ്ഞു. പിന്നെ ലോനാപ്പ സാറ് പറഞ്ഞ സ്ഥിതിക്ക് മറ്റന്നാൾ കൊണ്ട് പ്രശ്നം തീർക്കണം. ഓക്കെ ശരി സാറേ. മറ്റന്നാൾ ചെയ്തുണ്ട്. ചെയ്തു കുറച്ച് ചൂടിലാണല്ലേ? അപ്പൊ നിന്റെ 20 സെന്റ് പുരയിടം പോവല്ലോടാ റിനിയെ. അവന്റെ കാശ് കൃത്യമായിട്ട് അടച്ചു തീർക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? വിറ്റ കാശ് മുഴുവൻ പബ്ലിസിറ്റിക്ക് ഇറക്കിയിട്ടല്ലേ മുതലാളി ഒന്ന് പിക്കപ്പ് ആക്കി എടുക്കണേ. ഉള്ളത് പറയാലോ. നിന്റെ ആ ജുവലറിയുടെ പരസ്യം വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഇവിടെ വെക്കണ്ട. വലിയ ബാഗായിട്ട് ഇറങ്ങിയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. വളരെടുത്ത് ഒരു മണ്ണാങ്കട്ടിയില്ല. എന്തുട്ട് വർത്താന സുരേന്ദ്രൻ നീ പറയണേ? 350 പവനാ ചെക്കൻ്റെ ഇരിക്കണേ. ഇല്ല റനി, ഞാനാരാ മോൻ? കാലത്തിന് ഒന്നുകൂടെ ടെസ്റ്റ് അടിച്ച് നോക്കുന്നേ. ജോജുവിന് നിനക്ക് അറിയാൻ പാടില്ല എന്നിട്ടാണ്. സച്ചായ ഈ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഫ്രോഡായിരുന്നു. അതിലെന്താ സംശയം? നീ തന്നെ. എന്നെ അടുത്ത് ഊഞ്ഞാലാക്കിട്ട് പോകുന്ന നിന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ പറ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് രാത്രി 10-10:30 ആവുമ്പോ ഒരു 5 പോലീസുകാരെ അങ്ങോട്ടയക്കും. അവര് പോയിട്ട് മര്യാദക്ക് സൗമ്യമായിട്ട് മാതൃകാ പോലീസായിട്ട് നിങ്ങളുടെ കയ്യില് ബില്ലില്ലാത്ത കുറച്ച് സ്വർണ്ണം ഇരിപ്പുണ്ടെന്ന് ഒരു വിജിലൻസ് റിപ്പോർട്ടായി കിട്ടിയിട്ടുണ്ട്. അതിങ്ങ് തന്നേക്ക്, കാലത്തങ്ങോട്ട് തിരിച്ചുതരാം. ഇതൊരു അടച്ചുറപ്പില്ലാത്ത വീടല്ല ജോജുവേ, എന്നങ്ങോട്ട് കാച്ചും. അവന് വിശ്വാസം വരാനായിട്ടേ ഒരു ചെറിയ കൈക്കൂലി ഞങ്ങൾ ചോദിക്കും. അവൻ തന്നില്ലെങ്കിൽ ഒരു 10 പവന്റെ സ്വർണം ബില്ലില്ലാതെ കൈവശം വെച്ചൊന്ന് റെക്കോർഡ് ഉണ്ടാക്കി അവനെ സ്മൂത്ത് ആയിട്ട് പൂട്ടും. അറസ്റ്റ് ചെയ്യേ. നമ്മുടെ ജോജുവിനെയും ഭാര്യ അറസ്റ്റ് ചെയ്യാനും കാണിക്കുന്നു.
പിന്നെ നമ്മൾ സ്റ്റേഷനിലേക്ക് വരുന്നു. നീ നമുക്ക് തരാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ തരുന്നു. അടിപൊളിയായിട്ടൊന്ന് കൂടിയിട്ട് നീ സ്മൂത്തായി നാട്ടിലേക്ക് സ്വർണ്ണമായിട്ട് തിരിച്ചു പോന്നു. അതിന്റെ വാശിക്കാട്ട് നിങ്ങൾ 2 ദിവസം ലോക്കപ്പിൽ കിടക്കട്ടാ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആകില്ലേ? പ്ലാനിങ് സ്റ്റൈലുണ്ട്. മോസ്റ്റ് പറയലാട്ടാ, നിനക്ക് വല്ലാത്തൊരു ഗ്രോത്ത് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവൻ നിന്റെ അടുത്താന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സുമാനുണ്ടായി. പ്ലേ നമുക്കൊരു 10-10 കാണാം. സലാവോ, നമുക്ക് വിട്ടാലോ? ആയിക്കോട്ടെ സാർ. 350 പവൻ എന്ന് പറയുമ്പോ ഏകദേശം 75 ലക്ഷം രൂപ. അതിന്റെ പകുതി എന്ന് തലപകഞ്ഞ് ആലോചിക്കണ്ട, 37 ലക്ഷം. ആ കറക്റ്റ്. എന്തായാലും നമുക്ക് രണ്ടുപേർക്ക് എറണാകുളത്ത് ഓരോ അടിപൊളി ഫ്ലാറ്റ്. എന്തു പറയുന്നു? എന്റെ മോൻ സാറേ, വീരപ്പന്റെ ആനക്കൊമ്പ് വേട്ടയ്ക്ക് ട്യൂഷൻ എടുത്ത ആളാ റെനി. ഫ്രോഡുകളുടെ സംസ്ഥാന സെക്രട്ടറിയാ. കാച്ചിക്കളയും. അപ്പൊ ആ സ്വർണം നമ്മൾ അടിച്ചു മാറ്റിയ പ്രശ്നമാവില്ലേ? 3 പെൺകുട്ടികളാടോ എനിക്ക്. എന്റെ സാറേ, ആ കാര്യം പറഞ്ഞ് അവന് സ്റ്റേഷനിലേക്ക് വന്നാ പുറല്ലോ കാണാത്ത വകുപ്പുകൾ ചുമത്തി നമ്മൾ അവനെ അകത്താക്കില്ലേ? ഞാൻ ആരാ മോൻ? ആ നിങ്ങൾ ആ മറയൂർ റൂട്ട് നോക്ക്. ഊട്ടി ചിന്നക്കനാൽ ഭാഗത്തേക്ക് ആള് പോയിട്ടുണ്ട്. ആ പോയെന്ന്. SP സാർ ലൈനിലുണ്ട്. SP സാർ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഇല്ല സാർ, ഒരു 10 പവനേ ഉള്ളൂ സാർ. ഈ റിനിയും ജോജും നമ്മുടെ PC സുരേന്ദ്രന്റെ ഫ്രണ്ട്സാണ് സാർ. അതെ അതെ. സുരേന്ദ്രൻ കുറച്ചാള് നമ്മുടെ ഈ ചാവക്കാട് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ വെച്ചാണ് ജോജു ഈ റിനി എന്ന് പറയുന്ന ആളെ സുരേന്ദ്രന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജോജു ആണ് സാർ പെണ്ണും സ്വർണ്ണമൊക്കെ ആയിട്ട് മുങ്ങിയത്. സാർ ഞാൻ അന്വേഷിച്ചോളാം സാർ. അത് റെനി, ഒരു മിനിറ്റ്. എഴുതോ വാൽപ്പാറ റൂട്ടിൽ ആള് പോയിട്ടുണ്ട്. നീ മൈസൂർ റൂട്ട് നോക്ക്. പറയുന്നത് കേക്കടാ. എന്താ പറ്റിയേ സുരേന്ദ്ര? കാര്യം പറ. റെനി, എടാ നീ ബേജാറാവണ്ട. നിന്റെ പണ്ടോ മുതലും ഞങ്ങൾ തിരിച്ചു പിടിച്ച് തന്നിരിക്കും. ആ തന്തയില്ലാത്ത നിങ്ങളെ വിട്ടിച്ച് മുങ്ങിയില്ലേ? റെനി നീ വാ. റിനിയേട്ടനോട് ക്ഷമിക്കണം. എനിക്കൊരു അബദ്ധം പറ്റിയത്. നിന്റെ അബദ്ധമൊക്കെ അവിടെ കിട്ടെ. എന്താ? ഞാനും അനിതയും കൂടി ഇവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു. ഒരു 9-9:30 ആയി ഉണ്ടാവും. ആരാ? ഞങ്ങൾ സുരേന്ദ്രൻ പോലീസ് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാ. എന്താ അറിയില്ല. ഏത് സ്വർണം? എടുക്കണം, മര്യാദ സ്വർണ്ണം എടുക്കണം. ചവിട്ടവനെ എല്ലാം പറയാ. വല്ലവന്റെ മുതലുകൊണ്ട് റെനി, ജില്ലയിലെ എല്ലാ സ്റ്റേഷനിലേക്കും ഞങ്ങൾ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. അവരാരും ഇങ്ങനൊരു വിവരം അറിഞ്ഞിട്ടില്ല. അതെ, നന്നായിട്ടാ. ഇതുപോലെ ഒരുപാട് കള്ളനും പോലീസും കളിച്ചറിഞ്ഞി അല്ലടാ. കള്ളം മറ്റടുത്ത മോനെ. നീ കാക്കിമേ കൈവെക്കുന്നോ? മര്യാദക്ക് നിന്ന് അതിന്റെ സ്വർണം തപ്പി എടുത്തോണ്ടും തരും അല്ലേ? ഏമാനെ, രണ്ടും കിട്ടി നിൽക്കുക ഞാൻ. ഈ സ്വർണം പോണവും നിന്നെ കൊല്ലണപ്പം എനിക്ക് രൂപല്ലേട്ടാ. കാലത്ത് 6 മണി വരെ നിനക്ക് ഞാൻ സമയം തരും. അതിനു മുമ്പ് ഈ 350 സ്വർണ്ണമായിട്ട് നിന്റെ ലോഡ്ജിൽ വരൂട്ടാ. വരുന്നീ ഇല്ലെങ്കിൽ ഞാൻ വരുത്തൂട്ടാ സുരേന്ദ്ര.
സലവനെ അതെ സുരേന്ദ്രൻ പോണ വഴിക്കുള്ള സ്റ്റേഷനിൽ വിളിച്ചു പറയണ്ടോ നീ എന്റെ വണ്ടിയിലിട്ടോ ഞാൻ ഈ വണ്ടി റൂട്ട് മാറ്റി വന്നോണ്ട് ബാഗ് എവിടെ വണ്ടിയിലോട്ട് സാർ ആ ഏയ് ഇതെന്തുട്ടത് ഈ പോലീസ് ഉണ്ട് കത്തിയാണ് ശരി സാർ ആ താക്കളോടെ നിങ്ങൾ അടിമാലി വഴി കേട്ടോ വേഗം വിട്ടോ ഞാൻ വിളിച്ചോളാം ഇത് വെച്ചോട്ടാ. ஐயோ வேணாமா இது வாங்கிக்கோங்க சார் இந்தாங்க அந்த ஆக்சிடென்ட் அந்த இடத்துல எனக்கு கிடச்சிருச்சு இது போலீஸ் கிட்ட கொடுத்து அவங்க அமைக்கிருவாங்களேன்னு எனக்கு சந்தேகம் வந்துச்சு அதனால கொடுக்கல சார்